പ്രൊഫസർ കോശി, നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാമോ? ആരംഭിക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കോളജിക്കൽ കൺസേൺസും ഡിപ്പാർട്ട്മെന്റ് ഓഫ് പാസ്റ്ററൽ കൺസേൺസും ജോയിന്റ്ലി ഓർഗനൈസ് ചെയ്യുന്ന ഒരു വെബിനാറാണ് ഇവിടെ നടക്കുന്നത്. ഈ വെബിനാറിന്റെ മോഡറേറ്ററായിട്ട് സെർവ് ചെയ്യുന്നത് CSIയുടെ മിഷൻ ആൻഡ് ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ആയിരിക്കുന്ന മാക്സിം ജോൺ അച്ഛനാണ്. അച്ഛനെ ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആദരവോടെ ക്ഷണിക്കുന്നു. വളരെ അനുഗ്രഹമുള്ള ഈ സന്ധ്യാവേളയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സായാഹ്ന വേള. ഇക്കോളജി ആൻഡ് എസ്കറ്റോളജി എന്ന വിഷയത്തെ പറ്റി ആധികാരികമായി നമ്മെ പ്രബുദ്ധരാക്കുവാൻ ബഹുമാനപ്പെട്ട മോത്തി വർക്കിയച്ചൻ നമ്മോടൊപ്പമുണ്ട്. ഈ മീറ്റിംഗ് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കൊച്ചിൻ മഹാനഗരയുടെ ഇക്കോളജിക്കൽ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഷിബു സക്കറിയ അച്ഛനെ പ്രാർത്ഥനയ്ക്കായിട്ട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഷിബു സക്കറിയ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ നന്മയ്ക്കും അനുഗ്രഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങള് എക്കോളജിയും എസ്കറ്റോളജിയും എന്ന വിഷയത്തെ പറ്റി ഞങ്ങൾ ആധികാരികമായിട്ട് പഠിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ഏറ്റവും അത് ഉപകാരമായി തീരുവാനും അത് ഞങ്ങളുടെ പ്രവർത്തനത്തില് ഏറ്റവും അർത്ഥവത്തായിട്ട് മനസ്സിലാക്കി പ്രവർത്തിപ്പാനും നിന്റെ കൃപ ഞങ്ങളിൽ ചൊരിയണം. എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവെ. ഈ വിഷയത്തെ പറ്റി ആധികാരികമായി ഞങ്ങൾ സംസാരിക്കുന്ന പ്രിയ അച്ഛനെ സമർപ്പിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പാസ്റ്റർ കൺസേൺ ഡിപ്പാർട്ട്മെന്റിനു വേണ്ടി, എല്ലാ ഡിപ്പാർട്ട്മെന്റിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന നിന്റെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. ദൈവകൃപയിൽ അവിടുന്ന് പുതിയണമേ. നിന്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറച്ച് വഴി നടത്തണം. ഈ വിഷയത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കുന്ന നിന്റെ ദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിനു വേണ്ടിയും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവകൃപ ഞങ്ങളെ പൊതിയണം. സകലവും യേശു കർത്താവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുവാനായി സൗത്ത് കേരള മഹാനഗരയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ജയരാജ് അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജയരാജ് അച്ഛൻ സ്വാഗതം ആശംസിക്കാനായി പ്രിയപ്പെട്ട ജയരാജൻ വീണ്ടും ക്ഷണിക്കുന്നു. ജയരാജിനെ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, അച്ഛൻ പറഞ്ഞാട്ടെ, സ്വാഗതം പറഞ്ഞാട്ടെ. ഏറ്റവും ആദരണീയരായ, കേൾക്കാമല്ലേ? കേൾക്കാം, പറഞ്ഞാട്ടെ കേൾക്കാം. ഏറ്റവും ആദരണീയരായ CSICയുടെ പാസ്റ്റർ കൺസേൺ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല വഹിക്കുന്ന പ്രിൻസിപ്പൽ അച്ഛൻ, ഇന്ന് മുഖ്യാതിഥിയായി നമ്മുടെ മധ്യയായിരിക്കുന്ന ബഹുമാന്യനായ റവറൻഡ് മോത്തി വർഗീസ് അച്ഛൻ, മറ്റ് ബഹുമാന്യരായ വൈദികരെ, കേരള റീജിയന്റെ എക്കോളജിക്കൽ കൺസേൺസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് പ്രത്യേക ഒരു മീറ്റിംഗ് ക്രമീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം. അച്ഛൻ പറഞ്ഞാട്ടെ. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞാട്ടെ കേൾക്കാം. ഇന്ന് മുഖ്യ അതിഥിയായി നമ്മുടെ മധ്യത്തിരിക്കുന്നത് മാർത്തോമ
അംഗമായ വേദശാസ്ത്ര പണ്ഡിതനും നിരവധി ഗ്രന്ഥകർത്താവുമായ റവറൻഡ് മോത്തി വർക്കി അച്ഛനാണ്. അച്ഛന് മുമ്പ് തന്നെ CSI സൗത്ത് കേരളന്റെ കൺവെൻഷൻ എല്ലാം പരിചയമുള്ള ഒരു മുഖമാണ്. ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അച്ഛൻ്റെ ഒരു ക്ലാസ് നമുക്ക് ലഭ്യമാകും. അച്ഛനെ ഈ സമയം CSI ദക്ഷിണേന്ത്യ സഭയുടെ പാസ്റ്ററൽ കൺസേൺ ഡിപ്പാർട്ട്മെന്റിന്റെയും എക്കോളജി കൺസേൺ ഡിപ്പാർട്ട്മെന്റിന്റെയും എന്ന് സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന കേരള റീജിയന്റെ വിവിധ മഹായുടെ പ്രതിനിധിച്ച് എത്തിയിരിക്കുന്ന എല്ലാ വൈദികർക്കും ഇതിന്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ ദിവസത്തെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനകരമായി മാറും. പ്രത്യേകിച്ച് ഇങ്ങനൊരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിച്ച CSI സിനഡ് ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ വിസ്മരിക്കുന്നു. ഒത്തിരി നന്ദി ജയരാജൻ. റവൻ ഡോക്ടർ മോത്തി വർക്കേച്ചിന് പ്രത്യേക ആമുഖം ആവശ്യമുള്ള വ്യക്തിയല്ല. കാരണം കേരളത്തിനകത്തും പുറത്തും വളരെ സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ്. നമുക്ക് ഏറ്റവും സുപരിചിതനായ നമ്മുടെ സ്വന്തം കൂട്ടുകാരനായ നമ്മുടെ സഹോദരനായ പ്രിയപ്പെട്ട റവൻ ഡോക്ടർ മോത്തി വർക്കിയച്ചൻ. വളരെ സരസമായി സംസാരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കുകൾ വളരെ ആഴമേറിയതും മൂർച്ച ഏറിയതും അതിനപ്പുറമായി ശക്തമായും വ്യക്തമായും തന്റെ ആശയങ്ങളെ നമുക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ ഭംഗിയായി അവതരിപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൽ അത് നിറയ്ക്കുവാനായിട്ട് ഒത്തിരി ദൈവം കഴിവ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് പ്രിയപ്പെട്ട മോത്തി വർക്കിയച്ചൻ. അച്ഛന്റെ സുവിശേഷ പ്രസംഗങ്ങൾ ഞാനും ജയരാജൻ പറഞ്ഞതുപോലെ കേട്ടിട്ടുണ്ട്. വളരെ ശ്രദ്ധയേറിയ പ്രസംഗങ്ങൾ, ആനുകാലിക സംഭവങ്ങളെ കോർത്തിണക്കി സഭയെയും സമൂഹത്തെയും ആനുകാലികമായി പ്രവർത്തിക്കുവാനായിട്ട് പ്രചോദിപ്പിക്കുന്ന അച്ഛന്റെ പ്രസംഗങ്ങൾ നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. ഇന്ന് ഇക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും സിനഡിന്റെ എക്കോളജി ഡിപ്പാർട്ട്മെന്റും പാസ്റ്റർ ഡിപ്പാർട്ട്മെന്റ് ചേർന്ന് നടത്തുന്ന ഈ പ്രത്യേക വെബിനാറിന്റെ പ്രധാനപ്പെട്ട വിഷയം അവതരിപ്പിക്കാൻ ഇക്കോളജി ആൻഡ് എസ്കറ്റോളജി എന്ന പ്രധാനപ്പെട്ട വിഷയം അവതരിപ്പിക്കാനായിട്ട് മോത്തി വർക്കിയച്ചൻ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛന്റെ ജ്ഞാനവും അച്ഛന്റെ പാണ്ഡിത്യവും തീർച്ചയായിട്ടും ഈ വിഷയ അവതരണത്തിലൂടെ നമ്മെ പ്രബുദ്ധരാക്കും എന്നതിന് യാതൊരുവിധ സംശയമില്ല. ഈ ഒരു ആമുഖത്തോടുകൂടെ ഒട്ടും സമയം കളയാതെ അച്ഛനെ അങ്ങ് ശ്രദ്ധിക്കാം. ഈ പ്രത്യേക ഇക്കോളജി ആൻഡ് എസ്കറ്റോളജി എന്ന വിഷയത്തെ പറ്റി നമ്മെ പ്രബുദ്ധരാക്കുവാനായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹത്തോടെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മോത്തി വർക്കിയച്ചൻ. എത്രയും സ്നേഹവും ബഹുമാനമുള്ള ഈ സെഷന്റെ മോഡറേറ്റർ പ്രിയപ്പെട്ട മാത്യു ജോണച്ചൻ, പാസ്റ്ററൽ കൺസേൺസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുള്ള ഡോക്ടർ പ്രിൻസ്റ്റൺ ബെന്നച്ചൻ, ഇക്കോളജിക്കൽ കൺസേൺസിന്റെ ഡിപ്പാർട്ട്മെന്റ് ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട മാത്യു കോശി സാർ, ക്യാമറ ഓണാക്കിയും ഓഫാക്കിയും വീട്ടിലിരുന്നും കാറിലിരുന്നും പല തലങ്ങളിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരോടും എനിക്കുള്ള സ്നേഹവും സന്തോഷവും ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കുക എന്നത് വലിയ ഒരു വിരസമായ ഒരനുഭവമായി മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു പ്രധാന കാരണം മിക്കവാറും ഈ ലാപ്ടോപ്പ് സ്ക്രീനിൽ ഞാനും എൻ്റെ ഫോട്ടോയും മാത്രമേ കാണാറുള്ളൂ. കാരണം മിക്കവാറും ആളുകൾ എല്ലാവരും ക്യാമറയൊക്കെ ഓഫാക്കി അവരുടെ
മറ്റ് കാര്യങ്ങളിലൊക്കെ അവർ വ്യാപൃതരാണ്. അതിൻ്റെ ഇടയ്ക്ക് SMS നോക്കുക, വാട്സാപ്പ് നോക്കുക, ഫേസ്ബുക്ക് നോക്കുക, അങ്ങനെ മറ്റു കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ ഒരു വശത്ത് ഇവിടെ കിടന്ന് ഇങ്ങനെ അലറാം എന്നുള്ളതല്ലാതെ, അതുകൊണ്ട് സത്യത്തിൽ ഇപ്പോൾ മാത്യു കോശി സാറിനോടൊക്കെ നോ പറയാനുള്ള ഒരു മടി കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാനിപ്പം കഴിയുന്നിടത്തോളം സൂം മീറ്റിങ്ങുകളൊക്കെ അങ്ങ് ഒഴിവാക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ശ്രദ്ധയും എത്രമാത്രം ഒരു അറ്റൻഷൻ ഈ സൂം മീറ്റിങ്ങുകളിൽ കിട്ടുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് കാര്യമായ സംശയം ഉള്ളതുകൊണ്ട് ആ നേരം കൊണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ചോറ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ പ്രയോജനകരം എന്ന് തോന്നുന്നത് കൊണ്ട്. എന്നാൽ മാത്യു കോശി സാറിനോടൊക്കെ എനിക്ക് നോ പറയാനുള്ള ഒരു അത്യാവശ്യം അഹങ്കാരം ഉണ്ടെങ്കിലും അത്രത്തോളം അഹങ്കാരം ആയിട്ടില്ല. അതുകൊണ്ട് മാത്രം ഞാനങ്ങ് സമ്മതിച്ചതാണ്. ഇതിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മാത്യു ജോൺ അച്ഛൻ പലവട്ടം അച്ഛനെ കണ്ടിട്ടുണ്ട്. ഈസ്റ്റ് കേരള മഹായിടവകയുടെ കൺവെൻഷനിലും പിന്നെ ചെന്നൈയിൽ വന്നപ്പോഴൊക്കെ അച്ഛനെ കണ്ടിട്ടുണ്ട്. അതെല്ലാം അച്ഛൻ്റെ ചിരി എൻ്റെ ഒരു വലിയ വശ്യമായ ഒരു ചിരിയാണ്. അതൊക്കെ വലിയ സന്തോഷമുള്ളതാണ്. ഇനി എന്നാണോ എല്ലാവരെയൊക്കെ ഒന്ന് നേരിൽ കാണാൻ കഴിയുക? ഒന്ന് കാണാമെന്ന് വിചാരിച്ചപ്പോൾ ഒമിക്രോൺ, ഇനിയും ഒമേഗ വരെയുള്ള അക്ഷരങ്ങൾ ഗ്രീക്കിൽ കിടപ്പുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആയുസോടെ ബാക്കി കാണുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും തമ്പുരാൻ നമുക്കൊരവസരമൊക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രിയപ്പെട്ട സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട മോഡറേറ്റ് ചെയ്യുന്ന മാത്യു ജോൺ അച്ഛനും സ്വാഗതം പറയുന്ന ജയരാജച്ചനും ഒക്കെ പറഞ്ഞു, എൻ്റെ ആശയങ്ങൾ, എൻ്റെ ഒരാശയവും ഞാൻ ഇന്ന് പറയുന്നില്ല. പകരം ഈ ഓസ്ട്രേലിയൻ പരിസ്ഥിതി ദൈവശാസ്ത്രജ്ഞനായിരിക്കുന്ന റവറൻ ഡോക്ടർ ഡേവിഡ് റേക്കാർട്ടിൻ്റെ ഒരു പ്രഭാഷണം ഇക്കോളജിക്കൽ കൺസേൺസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടു. അപ്പോൾ അതിൻ്റെ നോട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ നോട്ട്സിനെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുമായി മലയാളത്തിൽ പങ്കുവെക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു സാദൃശ്യവുമില്ല. ഉണ്ടെങ്കിൽ അത് ഡേവിഡ് റേക്കാർഡിൻ്റെ പ്രഭാഷണവുമായി മാത്രമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇത് എൻ്റെ ആശയമല്ല ഞാൻ ഇവിടെ പറയുന്നത്. എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡേവിഡ് റേക്കാർഡിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു മലയാള പരിഭാഷ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം പറയണമെന്നാണ്. ഞാൻ ചെയ്യുന്നത് അതായിരിക്കും. ഇക്കോതിയോളജി ആൻഡ് എസ്കറ്റോളജി, ക്രിസ്ത്യൻ ഹോപ്പ് ഇൻ എ ടൈം ഓഫ് ക്ലൈമറ്റ് ക്രൈസിസ്. പരിസ്ഥിതി ദൈവശാസ്ത്രവും യുഗാന്ത്യശാസ്ത്രവും കാലാവസ്ഥ പ്രതിസന്ധിയുടെ കാലത്ത് ക്രിസ്തീയ വിശ്വാസം. ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് സാധാരണഗതിയിൽ പറയുന്നത് അത് പ്രത്യാശയുടെ ദൈവശാസ്ത്രമെന്നാണ്. കാരണം ഏറ്റവും അധികം ക്രിസ്തീയ വിശ്വാസത്തിൽ നാം പരാമർശിക്കുന്നതും ചർച്ച ചെയ്യുന്നതും പ്രത്യാശയെക്കുറിച്ചാണ്. എന്താണ് ഈ കാലാവസ്ഥയും കാലാവസ്ഥാ മാറ്റവും ക്രിസ്തീയ പ്രത്യാശയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഡേവിഡ് റേക്കാർഡ് പറയുന്നത് റെക്കൺസിലിയേഷൻ ഓഫ് ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ എല്ലാം സമഞ്ജസമായി അനുരഞ്ജനപ്പെടുന്ന ഒരു വലിയ കാലത്തെയാണ്, ഒരവസ്ഥയാണ് അദ്ദേഹം ക്രിസ്തീയ പ്രത്യാശ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയും ദുരിതവും ദുരന്തവും ദുഃഖവും എല്ലാം മാറി സകലവും ക്രിസ്തുവിൽ ഒന്നാക്കപ്പെടുന്ന, അനുരഞ്ജനപ്പെടുന്ന ഒരു അനുഭവം, ഒരു അവസ്ഥ, അതാണ് ഓരോ വിശ്വാസിയും പ്രത്യാശയോടെ നോക്കിക്കാണുന്നത്. എന്നാൽ ഈ ഒരു ക്രിസ്ത്യൻ ഹോപ്പ് എന്ന, അല്ലെങ്കിൽ ക്രിസ്തീയ പ്രത്യാശ എന്നതിനെ അദ്ദേഹം ആദ്യം തന്നെ തൻ്റെ ആ പ്രഭാഷണത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ലേഖനത്തിൽ അതിനെ വിചാരണ ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഈ ക്രിസ്ത്യൻ ഹോപ്പ് അല്ലെങ്കിൽ ക്രിസ്തീയ പ്രത്യാശ പരിസ്ഥിതിയോടുള്ള, കാലാവസ്ഥാ മാറ്റത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുമ്പോൾ ഒന്ന്, നമുക്കതിനൊരു യാഥാർത്ഥ്യ ബോധം ഉണ്ടാവണം. നമ്മൾ അതിനെ റിയലിസ്റ്റിക് ആയിട്ടാണോ സമീപിക്കുന്നത്? ഇതൊരു ചോദ്യം ന്യായമായും ഉണ്ടാവാം. രണ്ട്,
നാം എത്തപ്പെട്ടിരിക്കുന്ന ഒരു കാലാവസ്ഥ ദുര്യോഗം അല്ലെങ്കിൽ ഒരു കാലാവസ്ഥ പ്രതിസന്ധി എന്ന് പറയുന്നത് തിരിച്ചു പോകാനാകാത്ത വിധത്തിൽ അല്ലെങ്കിൽ ഒരു മടങ്ങിപ്പോക്കില്ലാത്ത വിധത്തിൽ അത്യന്തം ആപൽക്കരമായ ഒരവസ്ഥയിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നാം ഈ കാലാവസ്ഥക്കെല്ലാം കാലാവസ്ഥ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ക്രിസ്തുവിൽ അന്ത്യകാലത്ത് സംഭവിക്കും എന്ന് പ്രത്യാശിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യബോധത്തിന്റെ പിൻബലമുണ്ടോ? രണ്ട്, ഇത് തിരിച്ചു പോകാനാവുന്ന മടങ്ങിപ്പോകാനാവുന്ന ഒരു ഇറിവോക്കബിൾ ഇറിവേഴ്സിബിൾ സിറ്റുവേഷൻ ആണോ, അല്ലെങ്കിൽ അത്തരമൊരവസ്ഥയിലാണോ നാം എത്തപ്പെട്ടിരിക്കുന്നത്? ഈ ഒരു വിചാരത്തോടുകൂടെ വേണം പരിസ്ഥിതി ദൈവശാസ്ത്രത്തെയും യുഗാന്ത്യ ദൈവശാസ്ത്രത്തെയും തമ്മിൽ ബന്ധപ്പെടുത്താൻ. പിന്നീട് അദ്ദേഹം ഡേവിഡ് റൈക്കാർഡ് പറയുന്നത്, ക്രിസ്തീയ പ്രത്യാശയെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തീയ പ്രത്യാശയെക്കുറിച്ചുള്ള ഒരു പരമ്പരാഗതമായ ധാരണ നാം അറിയേണ്ടത് ആവശ്യമാണ്. എന്താണ് ക്രിസ്തീയ പ്രത്യാശയെക്കുറിച്ചുള്ള ഒരു പരമ്പരാഗത നിലപാട്, അല്ലെങ്കിൽ വളരെ കൺസർവേറ്റീവായ വളരെ ഇവാഞ്ചലിക്കലായ ഒരു പൊസിഷൻ എന്താണ്? രണ്ട് വേദപുസ്തക വാക്യങ്ങളാണ് ഡേവിഡ് റൈക്കാർഡ് അവിടെ ഉദാഹരിക്കുന്നത്. അതിൽ അദ്ദേഹം ആദ്യം ഉദാഹരിക്കുന്നത് 2 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, മൂലപദാർത്ഥങ്ങൾ മുഴുവൻ അഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ദ്രവരൂപത്തിലുള്ളതെല്ലാം അഴുകിപ്പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. സോ ദ മാറ്റർ ഈസ് ഡൂംഡ് ഫോർ ഡിസ്ട്രക്ഷൻ, അനിഹിലേഷൻ ഓഫ് മാറ്റർ. ദ്രവ്യം, ദ്രവരൂപത്തിലുള്ളത് മുഴുവൻ അഗ്നിയിൽ നശിക്കും. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരമ്പരാഗതമായ ക്രിസ്തീയ പ്രത്യാശ നിലയുറപ്പിക്കുന്നത്. അതിനോട് ചേർത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇതിന് പുരാണ ഗ്രീക്ക് അല്ലെങ്കിൽ യവന തത്വശാസ്ത്രത്തിന്റെ ഒരു പിൻബലം കൂടെയുണ്ട്. അതെന്താണ് ആ ഒരു യവന തത്വശാസ്ത്രം? അത് പ്ലേറ്റോയുടെ തത്വശാസ്ത്രമാണ്. നമ്മൾ പ്ലേറ്റോയുടെ തത്വശാസ്ത്രമൊക്കെ അതിൻ്റെ പ്രാഥമിക പാഠങ്ങളൊക്കെ നമ്മൾ പണ്ട് കാലത്ത് തന്നെ നമ്മൾ പരിചയിച്ചതാണ് അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളതാണ്. പ്ലേറ്റോയുടെ തത്വശാസ്ത്രം അനുസരിച്ച് ഒരു യാഥാർത്ഥ്യത്തിന് 2 മാനങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ശരിക്കുമുള്ള മാനം, മറ്റേത് അതിൻ്റെ ഒരു കോപ്പിയാണ്, റിപ്ലിക്കയാണ്. അപ്പോൾ ഒരു പേന എടുത്താൽ, ഒരു പുസ്തകം എടുത്താൽ, അല്ലെങ്കിൽ ഏതൊരു വസ്തുവും എടുത്താൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം സ്വർഗത്തിലാണ്. ഭൂമിയിൽ കാണുന്നതൊക്കെ യഥാർത്ഥത്തിലുള്ളതിൻ്റെ റിപ്ലിക്ക മാത്രമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളത് നശിച്ചാലും ഒരു കുഴപ്പവുമില്ല, കാരണം ഇതിൻ്റെ ഒറിജിനൽ എന്നത്, ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം എന്നത് സ്വർഗത്തിലാണ്. അപ്പോൾ ഈ 2 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യം ഒരർത്ഥത്തിൽ പ്ലേറ്റോണിക് ഫിലോസഫിയിലാണ് അതിൻ്റെ നില ഉറപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം ഉദാഹരിക്കുന്ന വാക്യം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പൗലോസ് അപ്പോസ്തലൻ യുഗാന്ത്യ കാലത്തെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. മർത്തോമായിലാണെങ്കിൽ അങ്ങനെ കൺവെൻഷൻ ഒരു പാട്ട് തന്നെയുണ്ട്, മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ. അവിടെ കല്യാണമുണ്ട്, പിന്നെ പാർട്ടിയുണ്ട്, ബിരിയാണിയുണ്ട്, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. മാരാമൺ കൺവെൻഷന്റെ വളരെ പോപ്പുലറായ ഒരു പാട്ടാണ്. അപ്പോൾ ഈ മധ്യാകാശവും മണിപ്പന്തലും അത് മുഴുവൻ വായിക്കാത്തത് കൊണ്ട് പറ്റുന്നതാണ് അങ്ങനത്തെ പാട്ടുകൾ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഉൾപ്രാവണം, അതിൻ്റെ ഇംഗ്ലീഷിൽ റാപ്ചർ എന്ന് പറയും, മലയാളത്തിൽ ഉൾപ്രാവണം. കുറേ കാലം ഈ ഒരു ക്രിസ്ത്യൻ സർക്കിളിൽ അന്ത്യകാലത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളിൽ ഈ ഉൾപ്രാവണം എന്നതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു, റാപ്ചർ തിയറി. അപ്പോൾ ഈ ഉൾപ്രാവണ സിദ്ധാന്തത്തിന്റെ പ്രത്യേകത, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. അപ്പോൾ 2 പത്രോസ് 3-ന്റെ 10 പറയുന്നതും മൂലപദാർത്ഥങ്ങളെല്ലാം കത്തിയരിയും, അപ്പോഴും ഭൂമി നശിക്കും, മാറ്റർ ദ്രവ്യവും നശിക്കും.
ഇനി 1 തെസ്സലോനിക്കർ 4:13 മുതൽ 17 വരെയുള്ളതാണെങ്കിലും നമ്മളെല്ലാവരും മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും, അപ്പോഴും ഭൂമി നശിക്കും അല്ലെങ്കിൽ നശിച്ചേക്കാം. ഈ 2 വാക്യങ്ങളും പരമ്പരാഗതമായ അല്ലെങ്കിൽ ഇവാഞ്ചലിക്കലായ ഒരു ഇവാഞ്ചലിക്കൽ കോട്ട് അൺകോട്ട് ആ നിലപാടുകൾ അനുസരിച്ചിട്ട് ഈ ഭൂമി അപ്രധാനമാണ്, ഈ ഭൂമി നശിക്കാനുള്ളതാണ്. അവിടെയാണ് ഡേവിഡ് റൈക്കാർഡ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലെ പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചുമുള്ള വലിയ പ്രത്യാശ അദ്ദേഹം പങ്കുവെക്കുന്നു. അപ്പോൾ 2 പത്രോസ് 3:10 1 തെസ്സലോനിക്കർ 4:13-17 ഈ 2 വാക്യങ്ങളുടെ ഒരു ക്രിട്ടിക്കായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിമർശനം എന്ന നിലയിലാണ് അദ്ദേഹം വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് ക്രിസ്തീയ പ്രത്യാശ അടിസ്ഥാനപ്പെടേണ്ടത് 2 പത്രോസ് 3:10 1 തെസ്സലോനിക്കർ 4:13 അല്ല, വെളിപാട് പുസ്തകം 21-ലാണ്. അത് പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇവിടെ ഡേവിഡ് റൈക്കാർഡ് പറയാത്ത ഒരു കാര്യം, അദ്ദേഹം ആ ലേഖനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്താത്ത ഒരു കാര്യം ഞാൻ ഇവിടെ ഇതിനോട് ചേർത്ത് പറയുകയാണ്. ഈ മൂലപദാർത്ഥങ്ങൾ കത്തി അഴുകും അല്ലെങ്കിൽ ഇല്ലാതാവും. ഇത് വാസ്തവത്തിൽ ഒരു സയന്റിഫിക്കലി ടെനബിൾ ആയ ഒരു വാക്യമാണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ ന്യൂട്ടന്റെ തിയറിയും അല്ലെങ്കിൽ പിന്നീട് വന്ന ശാസ്ത്രീയ സിദ്ധാന്തങ്ങളൊക്കെ പറയുന്നത് മാറ്റർ കനോട്ട് ബി ഡിസ്ട്രോയ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ്. ദ്രവ്യം എന്നത് നശിക്കുന്നില്ല അല്ലെങ്കിൽ നശിപ്പിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഈ മൂലപദാർത്ഥങ്ങൾ കത്തി അഴുകും എന്ന് പറയുന്നത് ഈസ് ഇറ്റ് റെഫറിങ് ടു ദി അനിഹിലേഷൻ ഓഫ് മാറ്റർ? ദ്രവ്യത്തിന്റെ നശീകരണമാണോ യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത്? കാരണം അത് സയന്റിഫിക്കലി ടെനബിൾ അല്ല, ശാസ്ത്രീയമായി നിലനിൽക്കുന്നതല്ല. കാരണം ദ്രവ്യത്തെ നശിപ്പിക്കാനാവില്ല. അപ്പോൾ എൻ്റെ അനുമാനം 2 പത്രോസ് 3:10 സൂചിപ്പിക്കുന്നത് ദ്രവ്യത്തിന്റെ നശീകരണത്തിന് പകരം ദ്രവ്യത്തിന്റെ രൂപാന്തരീകരണമാകാനാണ് സാധ്യത. ഇനി 1 തെസ്സലോനിക്കർ 4 എടുത്താലും നമ്മൾ എല്ലാവരും അവനെ സ്വീകരിക്കാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് പറഞ്ഞ്, അപ്പോൾ നമ്മൾ അവനെ സ്വീകരിക്കാനായിട്ടാണ്, അല്ലാതെ മധ്യാകാശത്തിലല്ല നമ്മൾ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ആ 2 വാക്യങ്ങൾ തെറ്റല്ല, മറിച്ച് അതിനെ തെറ്റായി മനസ്സിലാക്കിയതാണ്. മൂലപദാർത്ഥങ്ങൾ കത്തിയെഴുകും എന്ന് പറയുന്നത് നശിക്കുന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അനിഹിലേഷൻ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ട്രാൻസ്ഫോർമേഷൻ മാറ്ററിന് സംഭവിക്കുന്നു എന്ന അർത്ഥത്തിൽ വേണം അത് മനസ്സിലാക്കാൻ. 1 തെസ്സലോനിക്കർ 4 റാപ്ചർ തിയറിയും നാം മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. എന്തിനാണ്? അവനെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ 2 വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഭൂമിയുടെ നാശവും ഭൂമിയുടെ പ്രാധാന്യമില്ലായ്മയെക്കുറിച്ചുള്ള പരമ്പരാഗതമായ ഇവാഞ്ചലിക്കൽ തിയറി എന്ന് പറയുന്നത് ശരിയല്ല. കൂടാതെ അത് വെളിപാട് പുസ്തകം 21:1 വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. അവിടെ പുതിയത് എന്ന് ഉദ്ദേശിക്കുന്നത് ഓണ്ടോളജിക്കലി ന്യൂ എന്നല്ല, ഉന്മാപരമായ പുതിയത് എന്ന അർത്ഥത്തിലല്ല, സത്താപരമായി പുതിയത് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ക്വാളിറ്റേറ്റീവ് ന്യൂനെസ്. ഇത് വെളിപാട് പുസ്തകത്തിലെ ന്യൂ എന്ന പ്രയോഗം മാത്രമല്ല, പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ 2 സ്ഥലത്ത് ഈ പുതിയത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവിടെയും പുതിയത് എന്ന് പറയുന്നത് സത്തയിലുള്ള പുതുമയല്ല, ഉണ്മയുടെ തലത്തിലുള്ള പുതുമയല്ല, മറിച്ച് ക്വാളിറ്റേറ്റീവ് ന്യൂനെസ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരുവൻ അവിടെ പറയുന്നുണ്ട്, നീ പുതുതായി ജനിക്കണമെന്ന് പറയുമ്പോൾ അവിടെ നിക്കോദിമോസിനോട് പറയുന്നുണ്ട്, നീ വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയും ക്വാളിറ്റേറ്റീവ് ന്യൂനെസ് ആണ്. ഇത് ഡേവിഡ് റൈക്കാർഡ് പറയുന്നില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും. എന്നാൽ ഒരു പുതിയ നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ അതുകൂടെ ചേർക്കുന്നത് നാം ഈ ഭാഗത്തെ മനസ്സിലാക്കുന്നതിന് കൂടുതൽ സഹായകരമാവും എന്ന ഒരു ചിന്തയിൽ ഞാൻ ആ കാര്യം കൂടെ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ.
ഇനി നമുക്ക് വീണ്ടും ഡേവിഡ് റൈക്കാർഡിന്റെ ചിന്തയിലേക്ക് വരാം. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, മതവും ശാസ്ത്രവും ഒരു കാര്യത്തിൽ ഒരുമിക്കുന്നുണ്ട്, അത് അന്ത്യം അടുത്തിരിക്കുന്നു എന്നതിലാണ്. ശാസ്ത്രവും പറയുന്നുണ്ട് ഈ ഭൂമി, ഈ പ്രപഞ്ചം അതിൻ്റെ അനിവാര്യമായ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആത്മീയ പരിഭാഷയാണ് അന്ത്യകാലം. അതുകൊണ്ട് ശാസ്ത്രവും മതവും അല്ലെങ്കിൽ സയൻസ് ആൻഡ് ക്രിസ്ത്യാനിറ്റി, ദേ ബോത്ത് എഗ്രി ഓൺ ദ നിയർനെസ് ഓഫ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ ദി എൻഡ് ഓഫ് ദി എർത്ത്. ഭൂമി അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങുന്നുവെന്ന് ശാസ്ത്രവും മതവും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇവിടെ അടുത്തത് അദ്ദേഹം അൽഗോറിന്റെ, അമേരിക്കയുടെ പഴയ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിൽ ക്ലിന്റൺ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് അൽഗോർ വൈസ് പ്രസിഡന്റ് ആയിരുന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ അത് നിങ്ങൾ ഗൂഗിൾ നോക്കി അത് വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അൽഗോർ അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അദ്ദേഹം ഈ പ്രത്യാശയെ, ഹോപ്പ് എന്നതിനെ നിർവചിക്കുന്നത് ഹോപ്പ് ഇൻ ദ നാച്ചുറൽ എന്നതാണ്. അത് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം, അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഒരു പ്രത്യേകമായ ഒരു ദൈവത്തിന്റെ ഇടപെടൽ ഒന്നും ആവശ്യമില്ല. മനുഷ്യൻ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന ഈ ഒരു ദുർഘട പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള കഴിവുണ്ട്. സോ ഹ്യൂമൻ ബീയിങ്സ് ആർ കേപ്പബിൾ ഓഫ് റിസോൾവിങ് ഓർ ഹാൻഡിലിംഗ് ദ പ്രസന്റ് പ്രെഡിക്കമെന്റ്, present deadlock. There is no need of any divine attention, divine intervention at all. കാരണം മനുഷ്യൻ അതുകൊണ്ടാണ് ഈ ഹോപ്പ് ഇൻ ദ നാച്ചുറൽ എന്ന് അൽഗോർ പറയുന്നതിന്റെ കാരണമാണ്. അതിന് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത്, ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നത് വാസ്തവത്തിൽ മനുഷ്യൻ നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യമല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ സൗത്ത് ആഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിൽ നിന്നും അവിടുത്തെ ജനത, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ, മണ്ടേലയുടെ ഒക്കെ നേതൃത്വത്തിൽ പൊരുതി നേടിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യൻ നേടിയെടുത്തതല്ലേ? അപ്പോൾ മനുഷ്യന് അവന്റെ പ്രശ്നങ്ങളെയും അവന്റെ ബുദ്ധിമുട്ടുകളെയും അവന്റെ പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് ഒരു ന്യൂ സിവിലൈസേഷൻ ഈസ് പോസിബിൾ പ്രൊവൈഡഡ് ഹ്യൂമൻ ബീയിങ്സ് മേക്ക് എ കോൺഷ്യസ് ഡെലിബറേറ്റ് അറ്റംപ്റ്റ്. മനുഷ്യനെ കൊണ്ട് അത് സാധിക്കും. എന്നാൽ ഇവിടെ ഡേവിഡ് റൈക്കാർഡ് അൽഗോറിന്റെ ചിന്തയിൽ നിന്ന് മാറി അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യന്റെ കയ്യിലല്ല ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഭാവി, മറിച്ച് ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പോൾ അൽഗോറിന്റെ നിഗമനത്തിൽ നിന്നും അദ്ദേഹം മാറി അദ്ദേഹം പറയുന്നുണ്ട് ഇത് ദൈവത്തിന്റെ കയ്യിലാണ്. അതിന് അദ്ദേഹം 2 വാക്യങ്ങൾ ഉദാഹരിക്കുന്നുണ്ട്. ഒന്ന് ഇരമ്യാവ് 29:11, വിലാപങ്ങൾ 3:19 മുതൽ 24. ഈ 2 ഉദാഹരണങ്ങൾ സമർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ, ലോകത്തിന്റെ, പ്രപഞ്ചത്തിന്റെ, ഭൂമിയുടെ ഭാവി ദൈവത്തിന്റെ കയ്യിലാണ്, അല്ലാതെ അൽഗോർ പറയുന്നത് പോലെ മനുഷ്യന്റെ കയ്യിലല്ല. അതിനുശേഷം അദ്ദേഹം ഈ പ്രത്യാശയുടെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രത്യാശയുടെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് പറയാൻ അദ്ദേഹം 2 പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ വാദത്തിന് പിൻബലമായി സ്വീകരിക്കുന്നത്. ഒന്ന്, മിക്കവാറും എല്ലാവരും സെമിനാരി വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ സെമിനാരിയിൽ പഠിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ദൈവശാസ്ത്ര മേഖലയിൽ വ്യുൽപ്പത്തി ഉള്ളവരാണെങ്കിൽ ഈ പുസ്തകങ്ങൾ വായിക്കുകയോ പരിചയപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉള്ളടക്കം എങ്കിലും പരിചയപ്പെട്ട് കാണും. 2 പുസ്തകങ്ങൾ, ഒന്ന് തിയോളജി ഓഫ് ഹോപ്പ്, യോഗൻ മോൾട്ട്മാൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകം ഗോഡ് ഇൻ ക്രിയേഷൻ. ഈ 2 പുസ്തകങ്ങളാണ് അദ്ദേഹം തിയോളജി ഓഫ് ഹോപ്പ് അല്ലെങ്കിൽ പ്രത്യാശയുടെ ദൈവശാസ്ത്രത്തെ വിശദീകരിക്കുന്നതിന് സ്വീകരിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം ഉപയോഗിക്കുന്ന പുസ്തകം ബിഷപ്പ് ടോം റൈറ്റിന്റെ, ആംഗ്ലിക്കയിലെ ഡറത്തിലൊക്കെ ബിഷപ്പായിരുന്ന ബിഷപ്പ് ടോം റൈറ്റ്, NT റൈറ്റ്, അദ്ദേഹത്തിന്റെ സർപ്രൈസ്ഡ് ബൈ ഹോപ്പ്. ഈ 2 പുസ്തകങ്ങൾ, ഒന്ന് മോൾട്ട്മാന്റെ തിയോളജി ഓഫ് ഹോപ്പും പിന്നെ ഗോഡ് ഇൻ ക്രിയേഷൻ, ആ 2 പുസ്തകങ്ങളും NT റൈറ്റിന്റെ സർപ്രൈസ്ഡ് ബൈ ഹോപ്പ്. ഈ പുസ്തകങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹം
പ്രത്യാശയുടെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് വിശദീകരിക്കാൻ. എന്നാൽ ഈ ലേഖനത്തിൽ അദ്ദേഹം മോൾട്ട്മാനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ആകെ പറയുന്നത് ഈ നമ്മുടെ പ്രത്യാശ മനുഷ്യന്റെ കയ്യിലല്ല, ദൈവത്തിലാണ് എന്ന് പറയാൻ അദ്ദേഹം ഈ 2 പുസ്തകങ്ങളെ ഉപയോഗിക്കുന്നു എന്നല്ലാതെ തിയോളജി ഓഫ് ഹോപ്പിനെ കുറിച്ചോ ഗോഡ് ഇൻ ക്രിയേഷൻ എന്ന 2 പുസ്തകങ്ങളെ കുറിച്ചോ കാര്യമായ ചർച്ചയിലേക്ക് അദ്ദേഹം പോകുന്നില്ല. വാസ്തവത്തിൽ പ്രത്യേകിച്ച് ഗോഡ് ഇൻ ക്രിയേഷൻ ഗൗരവമായി പഠിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒന്നായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം ആ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച കാര്യമായി നടത്താതെ താരതമ്യേന പരിസ്ഥിതിയെക്കുറിച്ച് അങ്ങനെ കാര്യമായി ഒന്നും പറയാത്ത N.T. റൈറ്റിന്റെ പുസ്തകത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോകുന്നത്. അത് ഈ ലേഖനത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രഭാഷണത്തിന്റെ ഒരു പ്രധാന പോരായ്മയായി എനിക്ക് തോന്നുകയാണ്. കാരണം ഒരുപക്ഷെ ഹോപ്പ് എന്ന വാക്കുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം അത് എടുത്തത് എന്ന് തോന്നുന്നു. പക്ഷേ ഗോഡ് ഇൻ ക്രിയേഷൻ ആയിരുന്നു കൂടുതൽ ഗൗരവമായ പഠനം അർഹിക്കുന്ന പുസ്തകം. എനിവേ, ഈ ഡേവിഡ് റൈക്കാർഡ് ഈ ടോം റൈറ്റിന്റെ പുസ്തകത്തിലെ ചില നിരീക്ഷണങ്ങൾ നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ടോം റൈറ്റ് ഇതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായും ഊന്നി പറയുന്നത്. ഒന്ന്, സൃഷ്ടിയുടെ നന്മ അല്ലെങ്കിൽ സൃഷ്ടി നല്ലതാണ്, എസൻഷ്യൽ ഗുഡ്നെസ് ഓഫ് ക്രിയേഷൻ. 2, നേച്ചർ ഓഫ് ഈവിൾ, തിന്മയുടെ സ്വഭാവം. 3, ഗോഡ്സ് പ്ലാൻ ഓഫ് റിഡംഷൻ, ദൈവത്തിൻ്റെ രക്ഷിക പദ്ധതി. ഈ 3 തലങ്ങളിലാണ് അദ്ദേഹം പ്രത്യാശയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. എന്നാൽ ഈ പുസ്തകത്തിൽ അദ്ദേഹം എടുത്തു പറയുന്ന, ഡേവിഡ് റൈക്കാർഡ് തൻ്റെ ലേഖനത്തിൽ എടുത്തു പറയുന്ന കാര്യങ്ങൾ അത് വളരെ നല്ല 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ടോം റൈറ്റ് ഈ പുസ്തകത്തിൽ വിമർശന വിധേയമാക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ദ മിത്ത് ഓഫ് പ്രോഗ്രസ്, ഈ പുരോഗമനത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചുമുള്ള മനുഷ്യന്റെ മിഥ്യാബോധം. ഈ ടോം റൈറ്റ് പറയുന്നത് ഈ മിത്ത് ഓഫ് പ്രോഗ്രസ് എന്നത് യഥാർത്ഥത്തിൽ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന്റെ പരിസരത്തിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്താണ് പരിണാമ സിദ്ധാന്തത്തിന്റെ യുക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, ഈച്ച് ടൈം ഇറ്റ് ഗെറ്റ്സ് ബെറ്റർ. അതായത് ഈ ഓരോ പ്രാവശ്യവും മനുഷ്യനും അല്ലെങ്കിൽ സൃഷ്ടിയും പരിണമിച്ച് അപ്പോൾ ഓരോ പരിണാമം കഴിയും തോറും അത് കൂടുതൽ കൂടുതൽ മികച്ചതായി വരികയാണ്. അതാണ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. ഇതേ യുക്തി തന്നെയാണ് പ്രോഗ്രസിനെ സംബന്ധിച്ചും ഡെവലപ്മെന്റിനെ സംബന്ധിച്ചും മനുഷ്യ സമൂഹം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് വികസനം കൂടുന്തോറും കൂടുതൽ കൂടുതൽ ലോകം മെച്ചപ്പെടുന്നു എന്ന ഒരു യുക്തിയാണ്. ഇതേ യുക്തി തന്നെയാണ് പരിണാമ സിദ്ധാന്തത്തിലെ ഡാർവിന്റെ യുക്തിയും. അതുകൊണ്ട് ടോം റൈറ്റ് പറയുന്നത് ഡാർവിന്റെ യുക്തി ഉപയോഗിച്ച് പരിണാമ സിദ്ധാന്തത്തിന്റെ നില വെച്ചിട്ട് ഈ പുരോഗമനത്തെയും വികസനത്തെയും വിലയിരുത്തുന്നത് അപകടകരമാണ്. അദ്ദേഹം അതിനെ വിമർശിക്കുന്നുണ്ട്. 2, ഈ മാറ്റർ ഇറലവൻ്റ് ആണ് എന്ന ഒരു ചിന്ത, അതിനെയും ടോം റൈറ്റ് വളരെ കാര്യമായി ക്രിട്ടിക്ക് ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം വീണ്ടും ഈ മനുഷ്യന്റെ ഭാവി ദൈവത്തിന്റെ കയ്യിലാണ് എന്ന് പറയാൻ 2 വേദവാക്യങ്ങൾ അദ്ദേഹം വീണ്ടും ഉദാഹരിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം, പിന്നെ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20 മുതൽ 23 വരെ. ഈ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20 മുതൽ 23 വരെ അദ്ദേഹം ഉദാഹരിക്കുന്നത് വാസ്തവത്തിൽ അത് വിമർശിക്കപ്പെടേണ്ടതാണ്. അതിന് അദ്ദേഹം അവിടെ പറയുന്നത്, അതെടുത്തിട്ടാണ് ഡേവിഡ് റൈക്കാർഡ് പറയുന്നത്. ഡേവിഡ് റൈക്കാർഡ് പറയുന്നത് ഈ റോമൻ പട്ടാളം അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിലെ ആളുകൾ എങ്ങനെയാണോ ഭൂമി അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങൾ ഒക്യുപ്പൈ ചെയ്തത്, അതുപോലെ മനുഷ്യൻ ഈ ഭൂമി ഒക്യുപ്പൈ ചെയ്യണം. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. ഇതൊരു കൊളോണിയൽ യുക്തിയിലാണ് ഈ ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം പറയുന്നത് എന്നാണ് ഡേവിഡ് റൈക്കാർഡ് അനുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല.
അതിൻ്റെ സ്വർഗീയ പൗരത്വത്തെക്കുറിച്ചുള്ള പൗലോസിന്റെ വ്യത്യസ്തമായൊരു തിയറിയാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അതാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. പക്ഷെ അത് യുക്തിസഹമോ സ്വീകാര്യമോ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതൊരു മാതൃകയായി സ്വീകരിക്കാവുന്ന. ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സയൻസ് ആൻഡ് ക്രിസ്ത്യൻ ഹോപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, ഇതിൽ അദ്ദേഹം ശാസ്ത്രം ഈ ലോകത്തിന്റെ ഇപ്പോഴത്തുള്ള ഭൂമിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ്, ഇറിവോക്കബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു മടങ്ങിപ്പോക്കോ ഒരു പുതുക്കമോ സാധ്യമല്ല. ഇതാണ് ശാസ്ത്രം. അതിന് ശാസ്ത്രത്തിന് 4 കാര്യങ്ങൾ പറയാനുണ്ട്. അത് അദ്ദേഹം ആ ലേഖനത്തിൽ കുറിക്കുന്നുണ്ട്. ഒന്ന്, ഡിസ്ട്രക്ഷൻ ഓഫ് എൻവയോൺമെന്റ്, പരിസ്ഥിതിയുടെ നാശം. 2, വിവിധ സ്പീഷീസിന്റെ എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ വിവിധ ജീവജാലങ്ങളുടെ നാശം. 3, എൻഡ് ഓഫ് സൺ, സൂര്യൻ ഉരുകി ഇല്ലാതാവുന്നത്. 4, ഹീറ്റ് ഡെത്ത്, ലോകത്തിന്റെ പലയിടങ്ങളിൽ ഉണ്ടാകുന്ന ഈ ചൂട് കൊണ്ടുള്ള മരണം. ഈ 4 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ശാസ്ത്രം പറയുന്നത് ഈ ഭൂമി നശിക്കാൻ പോവുകയാണ്. അതിന് എൻട്രോപ്പി എന്ന ഒരു തിയറിയാണ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ് ശാസ്ത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡേവിഡ് റേക്കാർഡ് ചോദിക്കുന്നത്, മടങ്ങിപ്പോകാനാവാത്ത വിധത്തിൽ ഈ ഭൂമി നശിക്കുമെന്ന ശാസ്ത്രത്തിന്റെ യുക്തി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടോ? അതാണോ ക്രിസ്ത്യൻ ഹോപ്പ്? ഇതിന് അദ്ദേഹം 2 കാര്യങ്ങൾ മറുപടി പറയുന്നുണ്ട്. ആ മറുപടിയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം ക്രിസ്ത്യൻ ഹോപ്പിന് അതായത് ശാസ്ത്രം പറയുന്ന പോലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, ശാസ്ത്രം പറയുന്നത് ഇതെല്ലാം നശിക്കുമെന്നാണ്. പക്ഷെ നമ്മൾ ക്രിസ്തീയ പ്രത്യാശ അനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ കാണേണ്ടതില്ല. അതിന് 2 കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, ആ പ്രിൻസിപ്പിളിന് പറയുന്ന പേര് ആന്ത്രോപ്പിക് പ്രിൻസിപ്പിൾ എന്നാണ്. ആന്ത്രോപ്പോസെൻട്രിക് എന്നല്ല, ആന്ത്രോപ്പിക് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ എന്താണ് എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ സ്വന്തം ആശയമല്ല, പലരും പറഞ്ഞിട്ടുള്ള ആശയമാണ്. അതായത് ഈ ഭൂമിയുടെ ഒരു ചരിത്രം നോക്കിയാൽ മനുഷ്യന്റെ വരവിന് വേണ്ടി ഭൂമി തയ്യാറെടുത്തിരുന്നു. മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുന്നു എന്നത് ഈ ഭൂമിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ വരവിന് വേണ്ടി ഭൂമി സ്വയം തയ്യാറെടുത്തിരുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ഭൂമി മറ്റൊരു വിധത്തിൽ തയ്യാറെടുക്കും എന്നതാണ് ഈ ആന്ത്രോപ്പിക് പ്രിൻസിപ്പിൾ. പക്ഷേ ഈ പ്രിൻസിപ്പിളിന് ഒരു കുഴപ്പം, ഇത് മനുഷ്യ കേന്ദ്രീകൃതമാണ് എന്നതാണ് ഈ പ്രിൻസിപ്പിൾ. അത് ഞാനൊരു വിമർശനമായിട്ട് പറയുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ ഭൂമിയിലേക്കുള്ള വരവിന് വേണ്ടി ഈ ഭൂമി തയ്യാറെടുത്തിരുന്നു എങ്കിൽ, അത് ഭൂമിക്ക് അറിയാമായിരുന്നുവെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റൊരു വിധത്തിൽ ഭൂമി തയ്യാറെടുക്കും. അതിനെയാണ് ആന്ത്രോപ്പിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. 2, ഭൂമി എന്ന് പറയുന്നത് നിഗൂഢതയുടെ ഒരു വലിയ വിസ്മയം തന്നെയാണ്, ഒരു മിസ്റ്ററി പ്രിൻസിപ്പിൾ. ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും ശാസ്ത്രീയ യുക്തി വെച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നശിക്കുമെന്നൊക്കെ പറയാൻ വരട്ടെ, ഭൂമിയിൽ ഒത്തിരി വിസ്മയങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, ഒത്തിരി നിഗൂഢതകൾ ബാക്കിയുണ്ട്, ഒത്തിരി മിസ്റ്ററി ബാക്കിയുണ്ട്. അതുകൊണ്ട് എല്ലാം നശിക്കുമെന്നും എല്ലാം ഇല്ലാതായി തീരുമെന്നും പറയാൻ വരട്ടെ. ഇതാണ് ഈ ഡേവിഡ് റേക്കാർഡിന്റെ പ്രഭാഷണത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം. I am done. വളരെ നന്ദി അച്ഛൻ. നമ്മളിപ്പോൾ അച്ഛൻ പറഞ്ഞ വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചകൾക്കുള്ള സമയമാണ്. ഈ ഇക്കോളജി ആൻഡ് എസ്കറ്റോളജി എന്ന വിഷയത്തെ പറ്റി വളരെ ആധികാരികമായിട്ടും
വിവിധ പണ്ഡിതരെ ഉദ്ധരിച്ചുകൊണ്ടും സാരവത്തായി അച്ഛൻ സംസാരിച്ചു. പ്രത്യേകിച്ച് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും സമാനതകളും ഒക്കെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. നാം എത്തരത്തിൽ കാര്യങ്ങൾ ചിന്തിക്കണമെന്നുള്ള ഒരു ഡയറക്ഷനും അച്ഛൻ നൽകി കഴിഞ്ഞു. നമുക്ക് അച്ഛനോട് സംസാരിക്കാനുള്ള അവസരമാണ്. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്താം. നമുക്ക് സമയം അധികമില്ലാത്തത് കൊണ്ട് ദയവായി എല്ലാം സഹകരിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ആളുകൾ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ ദയവായി അത് നോട്ട് ചെയ്യും. ഏറ്റവും ഒടുവിലായിട്ട് അച്ഛൻ അത് സമയം കണ്ടെത്തി അതിന് മറുപടി പറയാൻ ശ്രമിക്കുന്നതുമാണ്. ഇപ്പോൾ ചർച്ചകൾക്കായിട്ട് ഈ വേദി തുറന്നിട്ടിരിക്കുന്നു. സംസാരിക്കുന്ന ആൾ ദയവായിട്ട് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് മറന്നുപോകാതെ അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചാട്ടെ. വീഡിയോ ഓൺ ചെയ്താൽ ആളെ കാണാനും സാധിക്കും. ചർച്ചകൾക്കുള്ള അവസരമാണ്. ദയവായി എല്ലാവരും സഹകരിച്ചാട്ടെ. ബേബി വെച്ച അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചാട്ടെ. എല്ലായിടത്തും മഴയൊക്കെ ആയതുകൊണ്ട് റേഞ്ചിന്റെ ഒക്കെ പ്രശ്നം കാണും എല്ലായിടത്തും. ഓക്കെ, ബേബി വെച്ചൻ എന്തോ സംസാരിക്കാൻ പോകുന്നല്ലയോ ബേബി വെച്ചൻ? ഓക്കെ, ഓക്കെ, പറഞ്ഞാട്ടെ. നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, നമ്മുടെ ആശയങ്ങളെ രേഖപ്പെടുത്താം. അച്ഛൻ പറഞ്ഞതിൽ സംശയങ്ങൾ അത് ഇപ്പോൾ അത് ദൂരീകരിക്കാം. അച്ഛൻ ചോദിച്ചത് ഒന്നുകൂടെ മനസ്സിലാക്കാം. വളരെ ഇത്തിരി കട്ടിയുള്ള വിഷയമാണെങ്കിലും വളരെ ലളിതമായിട്ട് അച്ഛൻ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ അച്ഛൻ ശ്രമിച്ചു. ഇനി കൂടുതൽ വിശദീകരണങ്ങളോ സംശയ ദൂരീകരണമോ ഒക്കെ ആവശ്യമെങ്കിൽ ദയവായിട്ട് ഇപ്പോൾ അത് ചെയ്യാവുന്നതാണ്. ഡേവിഡ് റേക്കാർഡ് പറഞ്ഞു തന്നെയാണോ ഞാൻ പറഞ്ഞതെന്നൊക്കെ ഉള്ളതൊരു സംശയമാണ്. കാരണം അദ്ദേഹം ഇത് കേട്ടായിരുന്നു ചിരിക്കും. കാരണം കർത്താവ് പറഞ്ഞതൊക്കെയാണോ നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ ഇരുന്ന് ചിരിക്കുകയാണ്, ഞാൻ ഇങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. വളരെ വ്യക്തമായിട്ടും നമുക്കൊക്കെ മനസ്സിലാവുന്ന പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ വ്യക്തത ഉണ്ടെ പിന്നെ അതിന്റെ സംശയത്തിന്റെ കൂടുതൽ വിശദീകരണങ്ങളോ സംശയങ്ങളോ ചോദിച്ചാട്ടെ. എന്നാ പിന്നെ നമുക്ക് സ്വതരാഴ്ച എടുക്കാം. ആരാ ഒന്ന് ആരംഭിക്കുന്ന? ആരാ ഒരാൾ ആരംഭിച്ച പിന്നെ അതങ്ങനെ വിഷമിപ്പിക്കാതെ ഏറ്റവും വളരെ സാരവത്തായിട്ടൊരു വിഷയമായിരുന്നല്ലോ. നമുക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് കുറെ കൂടെ ഉചിതമായിരിക്കും ഈ കാലങ്ങളിലൊക്കെ. ഈ നമ്മൾ ഈ കൺവെൻഷനൊക്കെ പറഞ്ഞിട്ടേ നമ്മൾ ചിലപ്പോൾ ഈ സാക്ഷി പറയാൻ ആളുകൾ വിളിക്കുമ്പം സാക്ഷി പറയാൻ ആള് വന്നില്ലെങ്കിൽ ആ പ്രസംഗിക്കുന്ന ആൾക്കൊരു വിഷമമായി, എൻ്റെ പ്രസംഗം അങ്ങോട്ട് ശരിയായില്ലേ എന്നൊരു ചിന്ത. എനിക്ക് അങ്ങനത്തെ ടെൻഷൻ ഇല്ലച്ചാ. അതുകൊണ്ട് സാരമില്ലച്ചാ. അച്ഛൻ ദയവായിട്ട് അല്പം കൂടെ ദയവായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. എനിക്ക് ആളുകള് ചിന്തിച്ചുകൊണ്ടിരിക്കുക അത് പറയാൻ വേണ്ടിട്ട് ചോദിക്കാൻ വേണ്ടിട്ട്. എവിടെ ചോദിക്കണം എന്നറിയില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, പറഞ്ഞാട്ടെ.
ചോദിച്ചാട്ടെ. വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടക്കും. ചോദിക്കുന്ന ആളുകൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാട്ടെ പ്ലീസ്. വിട്ടേരച്ച നമ്മുടെ പ്രിൻസ്റ്റൺ ബന്നച്ചൻ ആരംഭിക്കും, ചോദ്യം ആരംഭിക്കും. പ്രിൻസ്റ്റൺ ബന്നച്ചൻ ആരംഭിക്കും, തുടർന്ന് നമുക്ക് ആ കസേര എഴുന്നേറ്റ് പോവുകയും ചെയ്യാം അല്ലേ? ബാക്കിയുള്ള ചോദിക്കാം. പ്രിൻസ്റ്റൺ ബന്നച്ചൻ. എനിക്കൊരു ചോദ്യം ഉള്ളത്, അച്ഛൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഈ സ്വർഗരാജ്യത്തിലുള്ള എല്ലാ സൃഷ്ടിയുടെയും ഒരു റെപ്ലിക്കയാണ് ഭൂമിയിലുള്ളതെന്ന് പറഞ്ഞു. അത് ആ ഒരു തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിനോടുള്ള അച്ഛന്റെ ഒരു ഒപ്പീനിയൻ കൂടെ കേട്ടെങ്കിൽ സന്തോഷമായിരുന്നു. അത് മാത്രമേ എനിക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ളൂ. അല്ല, അത് പ്ലേറ്റോ പണ്ട് അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പം അങ്ങനെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്ലേറ്റോയ്ക്ക് പോലും ദുഃഖം കാണും. കാരണം പുള്ളി അന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ലോകത്തിൽ ആരും അതങ്ങനെ എന്തുവാ ആ ഒരു ചിന്ത പോലും ആർക്കെങ്കിലും ഉണ്ടോ എന്ന് തോന്നുന്നില്ല. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വിശ്വാസങ്ങളുടെ അടിയിൽ എവിടെയോ അത് കിടപ്പുണ്ട്. നമ്മളത് ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഈ ഭൂമിയിൽ കാണുന്ന എല്ലാം സ്വർഗത്തിലുള്ളതിൻ്റെ ഫോട്ടോ കോപ്പിയാണ്, റിപ്ലിക്കയാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു ചിന്ത നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെയും പ്രത്യേകിച്ച് ഈ ഉണർവ് ആത്മീയതയുടെയും പാട്ടുകളുടെയും ഒക്കെ താഴെ എവിടെയോ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന എല്ലാം ഈ ലോകത്തെ നിഷേധിക്കുന്നതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു ചിന്ത അതാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ ആരും പ്ലേറ്റോണിസ്റ്റുകളാണെന്ന് സമ്മതിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ എവിടെയോ നമ്മുടെ അതിൻ്റെ കൂടുതൽ പരിശോധിച്ചാൽ അത് അവിടെ ഉണ്ടാവും. എനിക്ക് ഒരു കുഞ്ഞ് സംശയം. അച്ഛൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി അഭിനന്ദിക്കുന്നു, വളരെ ഭംഗിയായിട്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും അത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. കാരണം അത്രയും വളരെ ആഴ്മേറിയ ചിന്തകളായിരുന്നു അച്ഛൻ. അച്ഛൻ പറഞ്ഞു ഈ ലോകം ഒന്നും അവസാനിക്കാതെ ഒരു ക്വാളിറ്റേറ്റീവ് ഗുണാത്മകമായിട്ടുള്ള മാറ്റമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരു സംശയം പെട്ടെന്ന് തോന്നിയത്, ആരാണ് ഈ ക്വാളിറ്റി തീരുമാനിക്കുന്നത്? ആരാണ് നിശ്ചയിക്കുന്നത്? ആരാ ഈ ക്വാളിറ്റി തീരുമാനിക്കുന്നത്? അതിനെപ്പറ്റി ഒന്ന് അച്ഛന്റെ അറിവിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? ആരായിരിക്കും ഇതിനെ ആത്യന്തികമായിട്ട് ഈ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്? നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേദപുസ്തകവും ഗോസ്പലുമാണ് നമ്മുടെ. പക്ഷെ പൊതുവെ നമ്മൾ പറയുമ്പോൾ ഈ ക്വാളിറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് വേദപുസ്തകവും ഗോസ്പലും ഉപയോഗിക്കാം. മറ്റുള്ള സമൂഹങ്ങളും ലോകത്തുണ്ട്. അപ്പൊ ആത്യന്തികമായിട്ട് ആരാണ് ഈ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് എന്റെ ക്രൈറ്റീരിയ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാമോ? താങ്ക് യു. ഈ നമ്മുടെ ഈ കേരളത്തിലൊക്കെയാണ് ഈ ക്വാളിറ്റി കൺട്രോൾ ബോർഡുണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ, പാലിൻ്റെ, ഈ പൊല്യൂഷൻ കണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ മാത്യു കോശ് സാറൊക്കെ കോളേജിൽ പോയില്ലായിരുന്നു. ഒരു പക്ഷേ ക്വാളിറ്റി കൺട്രോൾ ബോർഡിൽ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ട ആളുകളാണ്, കെമിസ്ട്രി ഒക്കെ പഠിച്ചവരല്ലേ. അപ്പോൾ ഈ ക്വാളിറ്റി കൺട്രോൾ ബോർഡ്, അപ്പോൾ ഈ അച്ഛൻ ചോദിച്ച പോലെ ഈ ക്വാളിറ്റേറ്റീവ് ന്യൂസ് ചെയ്യുമ്പോൾ ആരാണ് അതിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് എന്ന ചോദ്യം. ഇപ്പം നമ്മൾ CSI സഭക്കാരോട് ചോദിച്ചാൽ പറയും ഞങ്ങളല്ല, പിന്നെ ആരാ ക്വാളിറ്റി തീരുമാനിക്കുന്നത്? മർത്തോമക്കാരോട് ചോദിച്ചാൽ പറയും സംശയം എന്തോ, ഞങ്ങളല്ല, പിന്നെ ആരാ? അപ്പോൾ ഈ ഓരോ സഭയും അവരാണ് ക്വാളിറ്റി കൺട്രോൾ ബോർഡിൻ്റെ മൊത്ത ചുമതല ഉള്ളത് എന്നാണ്. ഓരോ മറ്റ് മതം പോട്ടെ, മതമൊക്കെ നമുക്ക് അതിനെങ്ങനെയും നമുക്കൊരു സമാധാനമുണ്ട്. നമുക്ക് ഈ ഇസ്ലാം മതമോ ഹിന്ദു മതമോ അവരെ നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. നമുക്ക് ഈ ക്വാളിറ്റി ഇപ്പം ഞാൻ ഓർക്കുന്നു, കുറേ കാലം മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ വളരെ യാദൃച്ഛികമായിട്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു രസകരമായൊരു ബൈബിളുണ്ട്. ഞാൻ അത് കണ്ടപ്പോൾ അതൊരു കൗതുകം കൊണ്ട് അത് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു ഫോട്ടോയുണ്ട്. അതൊരു ബഹുനില കെട്ടിടത്തിൻ്റെ ഫോട്ടോയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്തുവാ സഹോദര? അപ്പം പറഞ്ഞു ഇതാണ് സ്വർഗത്തിൻ്റെ ഒരു മോഡൽ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നന്നായി. അപ്പം ഞാൻ ഈ
ഭൂമി അവിടെ ചെല്ലുമ്പോൾ ഒരു സിംഗിൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വീട് കിട്ടുമെന്നുള്ള ഒരു ചിന്തയിലൊക്കെ ഇരിക്കുകയാണ്. ഇവിടെ ഫ്ലാറ്റിലൊക്കെ താമസിച്ച് അവിടെ ഇവിടെ 1000 സ്ക്വയർ ഫീറ്റ് 1200 സ്ക്വയർ ഫീറ്റൊക്കെ അവിടെയും ചെല്ലുമ്പോൾ ഇങ്ങനെ തന്നെയാണോ, വലിയ കഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ അതിൻ്റെ ഒരു ക്രമീകരണം. അപ്പോൾ ഈ സഹോദരൻ എന്നോട് പറയുകയാണ് ഇത് പല നിലകളിലാണ്. അത് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ഇവരുടെ സഭയിലെ വിശ്വാസികൾക്കുള്ള. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഈ മറ്റ് സഭകളെയൊക്കെ നമുക്കങ്ങ് തൽക്കാലം വിടാം. ഓരോ സഭയും വിചാരിക്കുന്നത് അവരാണ് അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ തീരുമാനിക്കുന്നത് എന്നാണ്. എന്നാൽ അത് അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ മുൻപിൽ രണ്ട് സാധ്യതകളാണ് വേദപുസ്തകം പരിചയപ്പെടുന്നത്. ഒന്ന്, ക്രിസ്തുവിലാണ് എല്ലാം പുതുക്കപ്പെടുന്നത്. അപ്പോൾ ക്രൈസ്റ്റ് ആണ് അതിൻ്റെ റെഫറൻസ് പോയിന്റ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിലായാൽ അവൻ പുതിയ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ക്വാളിറ്റിയുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഡിനോമിനേഷൻ അല്ല, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് സകലത്തെയും പുതുതാക്കുന്നതും സകല പുതുക്കലിൻ്റെയും മാനദണ്ഡവും നിർവചിക്കുന്നതും എല്ലാം ക്രിസ്തുവാണ്. എന്നാൽ അച്ഛൻ ചോദിച്ച പോലെ ഈ സുവിശേഷം ക്രിസ്തു ഇത് കേട്ടിട്ടില്ലാത്തവരെന്ത് ചെയ്യും? അതിന് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖന 2-ാം അധ്യായത്തിൽ ഞാനിത് എന്തിനാ പറയുന്നത് വെച്ചാൽ ഞാൻ വേദോത്സവവും വായിക്കുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇയാൾ വേദോത്സവം വായിക്കത്തില്ലേ, അപ്പോൾ അതിനോട് വേണ്ടിയാണ് റോമാലേഖന 2-ാം അധ്യായത്തിലെ കാര്യം പറഞ്ഞത്. അവിടെ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്, ഈ സുവിശേഷം അറിയാത്തവരെ ദൈവം എങ്ങനെ ന്യായം വിധിക്കും? കാരണം അത് ശരിയല്ലല്ലോ, അവർക്കറിയാൻ മേലാത്തൊരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ന്യായം വിധിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതിന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് അവരെ അവരുടെ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ ന്യായം വിധിക്കും. അപ്പം അന്ത്യനാളിൽ എല്ലാത്തിനെയും ഗോസ്പലിൻ്റെയും സുവിശേഷത്തിൻ്റെയും അടിസ്ഥാനത്തിലാണോ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് എന്ന് ഒരു സംശയം വന്നപ്പോൾ, അല്ലെങ്കിൽ അത് കേൾക്കാത്തവരെ ദൈവം എന്ത് ചെയ്യുമെന്ന് റോമിലെ ആളുകൾ ചോദിക്കുമ്പോൾ പൗലോസ് അവർക്ക് കൊടുക്കുന്ന വിശദീകരണമാണ് റോമാലേഖനം 2-ാം അധ്യായം. അപ്പോൾ അതാണ് എനിക്ക് ആ ക്വാളിറ്റി ആര് നിശ്ചയിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു സമീപനം. താങ്ക് യു അച്ഛൻ, താങ്ക് യു. ഇതിനോട് ചേർന്ന് അച്ഛൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമുക്ക് ഈ ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് എൻ്റെ ചെറിയ ചിന്തയിൽ തോന്നിയത്, ഇപ്പൊ ദൈവത്തിന്റെ ആത്യന്തികമായിട്ട് ഇതെല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലുള്ള ദൈവത്തിന്റെ കാര്യങ്ങളായിട്ട് ഞാൻ കണക്കാക്കുകയാണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. അതിൽ എത്രമാത്രം നമുക്ക് അതിനെ പറ്റി പറയാനും അത് അനുമാനിക്കാനും ഒക്കെ സാധിക്കുന്നതിൽ കൂടെ ആത്യന്തികമായിട്ട് നമുക്ക് അതിനെപ്പറ്റി എന്ത് പറയാൻ സാധിക്കും? അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ പദ്ധതികളെ, ദൈവത്തിന്റെ ചിന്തകളെ, ദൈവത്തിന്റെ പൂർണ്ണമായ പദ്ധതികളെ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് അതിന് മുഴുവനായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമോ? അതിന്റെ അഭിപ്രായം പറയുമ്പോൾ അതിനെ അനുമാനിക്കുമ്പോൾ അപ്രകാരം ചെയ്യാൻ സാധിക്കുമോ? അതോ നമുക്ക് ഇതിൽ പരിമിതികളുണ്ടോ? അതോ കേവലം അനുമാനങ്ങളോ നമ്മുടെ ചിന്തകളോ സ്വപ്നങ്ങളോ മാത്രമായിരിക്കുമോ? അതിനപ്പുറമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് അച്ഛൻ കൂടി ചേർക്കാമോ? അച്ഛൻ ചോദിച്ച ചോദ്യം നല്ലതാണ്. എനിക്ക് എല്ലാ കാലത്തും ഉള്ള ഒരു മനസ്സിലാക്കാൻ എപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അച്ഛൻ ചോദിച്ചത്. ഈ ഭൂമി, ഈ ലോകം, ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്നത് എല്ലാത്തിൻ്റെയും ഉത്തരവാദി അങ്ങനെയാണെങ്കിൽ ദൈവം തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ അതാണ്, ഈ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്, ദൈവത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഉള്ളൊരു കുഴപ്പം. അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് എൻഡോസൾഫാൻ വിക്ടിംസിൻ്റെ അതിന് സംഭവിച്ചതിൻ്റെ ഉത്തരവാദി ദൈവമല്ലേ? അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഇവിടെ മൂന്നാറും വയനാട്ടിലും കാസർഗോഡും ഒക്കെ വലിയ ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുമ്പോൾ വീടും കൂടും ജീവനും നഷ്ടപ്പെട്ടവർ അതിൻ്റെ ഉത്തരവാദി ദൈവമല്ലേ? അല്ലെങ്കിൽ ഭോപ്പാൽ ഗ്യാസ് ദുരന്തം അതിൻ്റെ ഉത്തരവാദി ദൈവമല്ലേ? സിറിയൻ റെഫ്യൂജീസ് അതിൻ്റെ ഉത്തരവാദി ദൈവമല്ലേ? റോഹിംഗ്യൻ ക്രൈസിസ്, ശ്രീലങ്കൻ ക്രൈസിസ്, അല്ലെങ്കിൽ ഗുജറാത്തിൽ നടക്കുന്ന കൂട്ടക്കൊലകൾ, കാശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരവാദി അപ്പോൾ ദൈവമാണോ? ഇതാണ് നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു മറുവശം. എന്നാൽ നമ്മളിതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഈ സകലതും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ അതിനെ കാണേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഈ നമ്മുടെ മിക്കവാറും ഒരു ദൈവശാസ്ത്രം അല്ലെങ്കിൽ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളെല്ലാം ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസിൻ്റെ ലോജിക്കിൽ നിൽക്കുന്നതാണ്.
ഇപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ പറയും ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. വലിയ കുഴപ്പങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലില്ല. എൻ്റെ മോന് ജോലി കിട്ടി, മോളെ കല്യാണം കഴിച്ചു, അവർക്ക് കുട്ടികളായി, വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ പോകുന്നു. കുറേ കാലമൊക്കെ ജോലി ഇല്ലാതിരുന്നു, പ്രാർത്ഥിച്ചു, അവസാനം ജോലി കിട്ടി. ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും, കുഴപ്പമില്ല. പക്ഷെ ചോദ്യം, ജീവിതത്തിൽ ഒരിക്കൽ പോലും തലമുറകളായി അടിമകളാക്കപ്പെടുന്നവർ, അല്ലെങ്കിൽ ജാതി സമ്പ്രദായത്തിന് ഇരകളാക്കപ്പെടുന്നവർ, അല്ലെങ്കിൽ ബോണ്ടഡ് ലേബറിൽ കഴിയുന്നവർ, ഇവർക്കിനി എന്നാണ് ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? അപ്പോൾ നമ്മൾ ഈ ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ സിസ്റ്റത്തിൻ്റെ ഗുണഭോക്താക്കൾ എന്ന നിലയിൽ നമുക്കിത് പറയാൻ എളുപ്പമാണ്. കാരണം സഭയുടേതായാലും സമൂഹത്തിൻ്റെതായാലും ഒരു മധ്യവർത്തി ഉപരി സമൂഹത്തിൽ നമ്മൾ മിക്കവാറും എല്ലാത്തിൻ്റെയും ഗുണഭോക്താക്കളാണ്. എന്നാൽ ഏതൊരു സിസ്റ്റത്തിൻ്റെയും വിക്ടിംസ് ഉണ്ടല്ലോ, ഇരകൾ, അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ സർക്കാർ ജോലിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ കോവിഡ് കാലത്ത് സ്കൂൾ അടച്ചിട്ടാലും കോളേജ് അടച്ചിട്ടാലും ഗവൺമെൻറ് അടച്ചിട്ടാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് ശമ്പളം കിട്ടും. ഒരു ബന്ധു നടക്കുന്നു, അവർക്ക് കുഴപ്പമൊന്നുമില്ല. വെള്ളം പൊങ്ങിയാലും അവർക്ക് കുഴപ്പമില്ല, കാരണം അവർക്ക് അവധിയായിട്ടൊക്കെ നമുക്ക് വീട്ടിൽ ഇരിക്കാം. പക്ഷേ അടുത്ത നേരത്തേക്ക് ആഹാരമില്ലാത്തവർ, ഓരോ ദിവസവും ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എല്ലാം വിക്ടിംസാണ് അവർ. അപ്പം നമുക്ക് നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് തോന്നുന്ന പല കാര്യങ്ങളും തിന്മയ്ക്കായി തീരുന്ന കോടാനുകോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ നമ്മൾ സകലത്തിൻ്റെയും നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലാണ്, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം ആരുടെ കണ്ണിലൂടെയാണ് അതിനെ കാണുന്നത്? ഈ പ്രാവശ്യത്തെ YMCAയുടെ ധ്യാന വിഷയത്തോടുള്ള എൻ്റെ ഒരു റിസർവേഷനും അതായിരുന്നു, മുറിക്കപ്പെടലിൻ്റെ സൗന്ദര്യം. ഞാൻ പറഞ്ഞ അതിന് ഒരു സൗന്ദര്യവും ഇല്ലെന്ന് പറഞ്ഞു, കാരണം അത് മുറിക്കപ്പെടാത്തതുകൊണ്ട് നമുക്ക് തോന്നുന്ന. അപ്പം ഞാൻ അതിൻ്റെ YMCAയുടെ ഒരു പ്രാർത്ഥന നടത്തിയപ്പോൾ അവർ കൊടുത്ത വിഷയം ബ്യൂട്ടി ഓഫ് ബ്രോക്കൺനെസ്. ഞാൻ പറഞ്ഞു, സത്യത്തിൽ വളരെ മനുഷ്യാവകാശ ലംഘനത്തിന് അവർ പരാതി കൊടുക്കേണ്ട വിഷയമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രോക്കൺ ആയ ഒരാളോട് ചോദിക്കണം അതിന് സൗന്ദര്യം വല്ലതും ഉണ്ടോന്ന്. റേപ്പ് ചെയ്യപ്പെട്ടവർ, പട്ടിണി കിടക്കുന്നവർ, ജാതി വ്യവസ്ഥയുടെ ഇരകൾ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, പരിസ്ഥിതി നാശത്തിന്റെ വിക്ടിംസ്, അവരെല്ലാം ബ്രോക്കണാണ്, തലമുറകളായി ബ്രോക്കണാണ്. അങ്ങനെയുള്ളവർക്ക് അവരോടാണ് നമ്മൾ പറയുന്നത് ബ്രോക്കൺനെസ്, ഇതിൽ ബ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ കൊല്ലാതെ വിട്ടാൽ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. അതുതന്നെയാണ് എനിക്ക് ഈ സഭയുടെ ദാസ്യ ശുശ്രൂഷയെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും അതാണ്. ഒരു ഇംഗ്ലീഷിലൊരു പുസ്തകമുണ്ട്, നോ ലോങ്ങർ സെർവൻസ് ബട്ട് ഫ്രണ്ട്സ്. ഞാനിത് വിശദമായിട്ട് പറയുന്നത് 7:45 വരെ സമയമുണ്ടെന്ന് മാത്യു സാറിൻ്റെ ഇമെയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനിത് വിശദമായി പറയുന്നത്. നോ ലോങ്ങർ സെർവൻസ് ബട്ട് ഫ്രണ്ട്സ്. ഒരു ആഫ്രിക്കയിൽ, അത് പുസ്തകം തുടങ്ങുന്ന ചെറിയ പുസ്തകം, ഒരു 100-120 പേജേ വരത്തുള്ളൂ. ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഒരു ആഫ്രിക്കൻ കോൺഗ്രിഗേഷനിൽ ഒരു അച്ഛൻ പ്രസംഗിക്കുമ്പോൾ അവരോട് പറയാണ്, യു ഷുഡ് ബി സെർവൻസ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു, വെരി സോറി, വി ഡോണ്ട് വാണ്ട് ടു ബി സെർവൻസ് എനിമോർ, വി ആർ സെർവൻസ് ഫോർ ജനറേഷൻസ്. തലമുറകളായി ഞങ്ങൾ ദാസന്മാരാണ്. ഞങ്ങളോട് നിങ്ങൾ വീണ്ടും വീണ്ടും വന്ന് പറയാണ് ദാസനാവണം, ഞങ്ങൾക്ക് പറ്റത്തില്ല, വി വാണ്ട് ടു ബി ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഈ ദാസ്യ ശുശ്രൂഷയെ വല്ലാതെ കാൽപ്പനീകരിക്കുമ്പോൾ ഉള്ള പ്രശ്നം അവിടെയാണ്. നിത്യജീവിതത്തിൽ റിയൽ ലൈഫ് സെർവൻസ് ആയിട്ടുള്ള മനുഷ്യർ, അവരോട് നമ്മൾ പറയാണ് നിങ്ങൾ ദാസനാവണം. അവർ പറഞ്ഞു ഞങ്ങൾക്ക് സൗകര്യമില്ല, കാരണം ഞങ്ങൾ നിങ്ങൾക്കത് റെറ്ററിക്കാണ്, ഞങ്ങൾക്കത് റിയാലിറ്റിയാണ്. അപ്പോൾ ദൈവം നല്ലവനാണ്, ദൈവം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ വിക്ടിംസിന് ഈ അഭിപ്രായം തന്നെയാണോ ഉള്ളത്? വെള്ളപ്പൊക്കത്തിന് എൻ്റെ വീട്ടിൽ വെള്ളം കയറിയില്ലെങ്കിൽ ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ 2018 വെള്ളവും കയറിയില്ല. മാത്യു സാറിൻ്റെ വീട്ടിൽ കയറിയോ വെള്ളം?
വിഷമിക്കേണ്ട, ഉടനെ കയറിക്കോളൂ. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനെങ്ങാനും പറഞ്ഞ് വെള്ളം കയറി, അല്ല, വെള്ളം കയറിയില്ലെങ്കിൽ നമുക്ക് പറയാം ദൈവം നല്ലവനാന്ന് പറയാം. ഇപ്പം ഞാൻ കുട്ടനാട്ടിൽ നിന്നാണ് വരുന്നത്, എൻ്റെ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം 13ാമത്തെ പ്രാവശ്യമാണ് വെള്ളം മനുഷ്യൻ്റെ വീട്ടിൽ കയറുന്നത്. നമുക്ക് അവരോട് പറയാൻ പറ്റുമോ ദൈവ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു? എന്ത് നന്മയാ! അപ്പോൾ ആരുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരം ക്രീഡൽ സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്നത്? അതുകൊണ്ട് അച്ഛൻ ചോദിച്ച ചോദ്യം എനിക്ക് ഉത്തരവൊന്നുമില്ല, പക്ഷെ അതിനോടുള്ള എൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ആരുടെ കണ്ണിലൂടെയാണ് നമ്മൾ ഇത് കാണേണ്ടത്? താങ്ക് യു അച്ഛൻ, താങ്ക് യു. നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ള ആർക്കെങ്കിലും മറ്റുള്ള ആളുകൾക്കും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചാട്ടെ. ചോദ്യങ്ങളോ കൂട്ടിച്ചേർക്കലോ അല്ലെങ്കിൽ മറ്റു അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. അടുത്ത ഒരു 5, 6, 7 മിനിറ്റ് കൂടെ നമുക്ക് ഉപയോഗിക്കാം. ആരും തന്നെ ഇല്ലാന്ന് വിചാരിക്കുന്നു. പറഞ്ഞാട്ടെ. കേൾക്കുന്നുണ്ടോ അച്ഛാ? യെസ്, കേൾക്കുന്നുണ്ട്. പറഞ്ഞാട്ടെ. ഓക്കെ, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു, ഇൻസ്പയറിംഗ് ആയിരുന്നു. അപ്പം എൻ്റെ ചോദ്യം, നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമുക്ക് പ്രകൃതിക്കോ ഭൂമിക്കോ നമ്മൾ വില നൽകുന്നില്ല. നമ്മൾ വരാൻ പോകുന്ന ഒരു ലോകത്തിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നതും നമ്മുടെ വിശ്വാസവും അതാണ്. അപ്പോൾ ഒരു മൈഗ്രേഷൻ ഓഫ് ദ സോൾ എന്ന ഒരു സംഭവം ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതം മറ്റൊരു ഇടത്തേക്ക് പോവുകയും നമ്മൾ അവിടെ നന്നായി ജീവിക്കുകയും ചെയ്യും എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മുടെ ബിലീഫ് ഇൻ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ എസ്കറ്റോളജി നമുക്ക് പറയാൻ കഴിയും. അപ്പൊ എന്താണ് അച്ഛൻ്റെ അണ്ടർസ്റ്റാൻഡിങ്? ഇന്നത്തെ സഭ അതോടൊപ്പം തന്നെ ഈ വിശ്വാസത്തിൽ നമ്മൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ എക്കോളജിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് സഭ എന്താണ് പഠിപ്പിക്കേണ്ടത്? കാരണം ഈ ഒരു വിശ്വാസം അനുസരിച്ച് എക്കോളജിക്ക് വലിയൊരു പ്രാധാന്യം വരുന്നില്ല. അപ്പോൾ അത് എത്തരത്തിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ അതിനെ കുറച്ചുകൂടെ വ്യാഖ്യാനിച്ച് നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കുവാനായിട്ട് കഴിയും? അച്ഛൻ്റെ സജഷൻസ് എന്താണ്? ഇതാണ് ചോദ്യം. പ്രിയ സഹോദരൻ്റെ ചോദ്യത്തിന് നന്ദി. ഈ നമ്മുടെ വിശ്വാസം എന്നുള്ളത് ഞാൻ ഇൻവേർട്ടഡ് കോമയിൽ ഇടുകയാണ്. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസമല്ല, അല്ലെങ്കിൽ അങ്ങനെ പൊതുവിൽ പഠിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പരലോക ആത്മീയത എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു ഹിപ്പോക്രസിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര കോമഡിയായിട്ട് തോന്നിയെന്നുള്ളതാണ് ഈ പരലോക ആത്മീയത. നിങ്ങൾ ഈ ചില ആളുകളുടെ വീടിൻ്റെ മതിലേൽ കണ്ടിട്ടുണ്ടോ? ഭയങ്കര കൂറ്റൻ മതിലൊക്കെ കെട്ടിയിട്ട് വലിയ 2 നില കെട്ടിടവും വെച്ച് അതിൻ്റെ പുറത്തൊരു മതിലും കെട്ടി, എന്നിട്ട് അതിൻ്റെ പുറത്ത് എഴുതിയപ്പോൾ ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ ആത്മാവ് എവിടെ പോകും? വെറുതെയാണ്. അങ്ങർക്ക് അശേഷം വിശ്വാസമില്ല ഇന്ന് നീ മരിച്ചാൽ എവിടെ പോകുന്നത്. അതുകൊണ്ട് ഈ ചുമ്മാത് പറയുന്നതാണ്. ഈ അങ്ങനെ വേറൊരു ലോകത്തെക്കുറിച്ചും ഈ ലോകത്തിലുള്ളതൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിൽ ഇത്രയൊന്നും കാണിച്ചു കൂട്ടത്തില്ലായിരുന്നു. അപ്പം ഈ പരലോക ആത്മീയത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ലോകത്തിൽ സ്വന്തം കടമ ചെയ്യാതിരിക്കാനുള്ള, അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ആത്മീയ തട്ടിപ്പാണ്. ഈ ചില കൺവെൻഷന് പാട്ട് പാടുമ്പോൾ ഈ പദം ഉറച്ച് നാം ക്രൂശ് മേന്തി പോകണം എന്നൊക്കെ പറയും. ഞാൻ പറയും ക്രൂശൊക്കെ പിന്നെ എടുക്കുക, ആകെ 2 രൂപ സ്വതറാഴ്ച ഇടാൻ പഠിക്കുക ആദ്യം. അപ്പോൾ ഈ ചുമ്മാതെ ഈ വെറുതെ അങ്ങ് ജീവനൊക്കെ, ആ പാട്ടിൻ്റെ അകത്തൊരു പരിവുണ്ട്, ജീവനെങ്കിൽ ജീവൻ വെച്ച് ചുമ്മാ അങ്ങ് ജീവൻ എടുത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞു അതൊക്കെ പിന്നെ കൊടുക്കാം, ഒരു 5 രൂപ ആദ്യം സ്വതറാഴ്ച ഇട്. അപ്പം ഈ വെറുതെ പരലോക ആത്മീയത എന്ന് പറയുന്നത് സഹോദരനോ അയൽക്കാരനോ ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല.
എൻ്റെ സ്വാർത്ഥതയ്ക്കുള്ള ആത്മീക ന്യായീകരണമാണ് യഥാർത്ഥത്തിൽ ഈ പരലോക ആത്മീയത. അതാണ് പരമമായ സത്യം. വലിയ വില കൂടിയ കാറിൻ്റെ പുറകിൽ എഴുതി വെക്കും, ജീസസ് ജൂവിഷ് കാർപ്പൻ്റർ ഈസ് മൈ ബോസ്. പിന്നെ അതും ഇതും കൂടെ എന്തെങ്കിലും മാച്ച് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ നമ്മുടെ കുറ്റബോധം മറയ്ക്കാനോ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ആരും വിമർശിക്കാതിരിക്കാനോ കണ്ടെത്തുന്ന വളരെ സൗകര്യപ്രദമായ ഒരു കവചമാണ് അല്ലെങ്കിൽ ഒരു മൂടുപടം മാത്രമാണ് ഈ പരലോക ആത്മീയത. പിന്നെ ഈ ആത്മാവ് സ്വർഗത്തിലോട്ട് പോകുന്നു, മറ്റവരെല്ലാം ഭൂമിയിൽ നിൽക്കും എന്നത് വാസ്തവത്തിൽ അങ്ങനെ ഒരു ചിന്ത വേദപുസ്തകത്തിൽ പലയിടത്തായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലോട് കൂടെ ഈ ആത്മാവിൻ്റെ രക്ഷ എന്നതിൽ നിന്നും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പാണ് യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ അനുഭവം എന്നതിലേക്ക് നമ്മൾ എത്തി. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാൽവേഷൻ ഓഫ് ദ സോൾ എന്നതിൽ നിന്ന് മാറി ബോഡിലി റിസറക്ഷൻ, ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നതിലേക്കാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പുതിയ നിയമസഭ ഒരു ഗ്രീക്ക് ഫിലോസഫിയിലല്ല നിൽക്കുന്നത്, അത് ശരീരത്തോടു കൂടെയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിലാണ്. ശരീരം എന്ന് പറയുന്നത് മാറ്ററാണ്. അതുകൊണ്ട് തന്നെ മാറ്റർ നശിക്കുന്നില്ല. ഉയർത്തെഴുന്നേൽപ്പിൽ സംഭവിക്കുന്നതും ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ബോഡിയാണ്, നോട്ട് അനിഹിലേഷൻ ഓഫ് ദ ബോഡി. അതിനാണ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നമുക്ക് പരിസ്ഥിതിയുമായി വളരെയധികം ബന്ധമുണ്ട്. ശരിക്കും ഇതിന് വേറെ റേറ്റാണ്. ഈ പുതിയ നിയമത്തിലെ റിസറക്ഷനെ കുറിച്ചൊക്കെ പറയുന്നതിന് ഞാൻ സാധാരണ ഇതിൽ ഈ ചാർജിൽ അങ്ങനെ പറയാ എന്നാൽ ഈ പുതിയ ആകാശത്തിനെ കുറിച്ചും പുതിയ ഭൂമിയിലെ കുറിച്ചും ഒക്കെ വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഭൂമി, സത്യം പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം എന്നൊക്കെ പറയുന്നത്, നമ്മളെപ്പോഴും കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്? നിന്റെ രാജ്യം വരയണമേ. ഞങ്ങളെല്ലാവരെയും നിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകണേ എന്നല്ല പറയുന്നത്, നിന്റെ രാജ്യം വരയണമേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിൽ, പിന്നെ മാത്രമല്ല നമ്മൾ വെളിപാട് പുസ്തകം 21-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് ഭൂമിയിലാണ് സംഭവിക്കുന്നത്. പിന്നീടാണ് ഭൂമിക്ക് പരിണാമം സംഭവിച്ചത്, പുതിയ ആകാശവും പുതിയ ഭൂമിയുമായി രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ്, ക്രിസ്തീയ വിശ്വാസം, പ്രത്യാശ, പരിസ്ഥിതി ഇതെല്ലാം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ ഈ പഴയ പ്ലേറ്റോണിക് ചിന്താഗതി ഇങ്ങനെ ചിലരെങ്കിലും മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ സാൽവേഷൻ ഓഫ് ദ സോൾ. ശരിക്കും അത് ക്രിസ്തീയ സഭയുടെ പ്രമാണമല്ല. സഭ വിശ്വസിക്കുന്നത് ശരീരത്തോടു കൂടെയുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ആ ശരീരം എന്ന് പറയുന്നത് രൂപാന്തരപ്പെട്ട ശരീരമാണ്. താങ്ക് യു അച്ഛാ, ഒത്തിരി നന്ദി അച്ഛാ. നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. ഔദ്യോഗികമായിട്ട് കൃതജ്ഞത അറിയുന്നതിന് മുമ്പായിട്ട് ഡോക്ടർ മാത്യു കൊച്ചി സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? സാറിന്റെ ഒരു വാക്ക് കേട്ടിട്ട് നമുക്ക് കൃതജ്ഞത പറയാനായിട്ട് നമ്മൾ ഇവിടെ ക്ഷണിക്കാം. ഇത് തുടർച്ചയായിട്ട് ഇനിയും CSIയിൽ ഇങ്ങനെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. പാസ്റ്ററൽ കൺസേൺസ് ഡിപ്പാർട്ട്മെന്റും എക്കോളജി ഡിപ്പാർട്ട്മെന്റോട് ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് 44 പേരോളം പങ്കെടുത്തു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തുടർന്നും ഇത്തരം ചർച്ചകളും പഠനങ്ങളും നടക്കണം. ഒത്തിരി തെറ്റായ വ്യാഖ്യാനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു മേഖലയാണ് ഇത്, പ്രത്യേകിച്ച് യുഗാന്ത്യത്തെ കുറിച്ചുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ഗൗരവമായ ചർച്ച നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മീറ്റിംഗ് ക്രമീകരിച്ചത്. ഇനിയും തുടർന്ന് ഇത്തരം വെബിനാറുകളൊക്കെ ക്രമീകരിക്കും. അതിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. പ്രിൻസിപ്പൽ ബെന്നച്ചൻ പറഞ്ഞ് നിർത്താം. താങ്ക് യു. മിസ്റ്റർ ബെന്നച്ചൻ പറയാനില്ല. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നന്ദി അറിയിക്കുവാനായിട്ട് ഈസ്റ്റ് മഹാഡാവിയുടെ സർജീസ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബിജു ജോസഫ് അച്ഛനെ ക്ഷണിക്കുന്നു. അച്ഛൻ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ബിജു ജോസഫ് അച്ഛൻ ഡൽഹിയിൽ യാത്രയിലായിരുന്നു. അച്ഛൻ ഇപ്പോൾ ഉണ്ടോ? ഇവിടെ ഓൺലൈനിലുണ്ടോ? ഓക്കെ. റവറൻഡ് ബിജു ജോസഫ് അച്ഛൻ നന്ദി രേഖപ്പെടുത്താം. റവറൻഡ് ബിജു ജോസഫ് അച്ഛൻ ഉണ്ടോ? ബിജു ജോസഫ് അച്ഛൻ
അച്ഛനെ ഞങ്ങൾ കുറച്ചു മുമ്പ് കോൺടാക്ട് ചെയ്തിരുന്നു. അച്ഛന് ഡൽഹിയിലാണ്. ഡൽഹിയിൽ യാത്ര ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും, യാത്രയിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഡോക്ടർ മോത്തി വർക്കി അച്ഛന് എക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സിനഡ് എക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ തന്നെ സിനഡ് പാസ്റ്റൽ കൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്തമായ ഏറ്റവും വലിയ നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. കാരണം അച്ഛന്റെ സമയവും അച്ഛന്റെ കഴിവുകളും ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വിലയേറിയതാണ്. അച്ഛന്റെ പ്രസംഗങ്ങളും അച്ഛന്റെ വാക്കുകളും ഒക്കെ ഞങ്ങൾ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട്. താൻ ഏറ്റെടുക്കുന്ന എല്ലാ പ്രസംഗങ്ങളും പ്രത്യേകിച്ച് അച്ഛന്റെ മാത്യു സാർ എപ്പോഴും എനിക്ക് അയച്ചു തരും മാഗസിൻ, ന്യൂ വിഷൻ മാഗസിൻ. അതിലൊക്കെ അച്ഛന്റെ ലേഖനങ്ങൾ ഞങ്ങൾ ഒത്തിരി അങ്ങ് കോരിത്തെരിപ്പിക്കാൻ, പുതിയ ചിന്തകള്, പുതിയ ദർശനങ്ങൾ. ഞങ്ങള് ഒരു ലെവലിൽ ചിന്തിച്ചു പോകും, പക്ഷെ അച്ഛൻ ഞങ്ങൾ വേറെ ലെവലിൽ എത്തിക്കും. അതാണ് അച്ഛന്റെ ഒരു പ്രത്യേക ദൈവം നിന്ന് കഴിവെന്ന് പറയുന്നത്. അതിൽ ഞങ്ങൾ എപ്പോഴും അച്ഛനെ പറ്റി അഭിമാനമുണ്ട്. പിന്നെ അച്ഛനുള്ള ഒരു പ്രത്യേകതയായി ഈ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കടുകട്ടി കാര്യങ്ങൾ വളരെ സരസമായും എന്നാൽ സാരവത്തായും അവതരിപ്പിക്കാനുള്ള അച്ഛന്റെ ഈ വലിയ കഴിവ്, അത് ഞങ്ങൾക്ക് എപ്പോഴും അഭിമാനമാണ്. കാരണം അച്ഛന്റെ ഒരു പ്രത്യേക കൃപയും കഴിവുമായി കണക്കാക്കുക. ഇന്നത്തെ ഈ പരിസ്ഥിതി ശാസ്ത്രത്തെ പറ്റിയും വിജ്ഞാന ശാസ്ത്രത്തെ പറ്റി മാത്യു കോശാത് പറഞ്ഞ പോലെ ഒത്തിരി സംശയങ്ങളും ഒത്തിരി കൺഫ്യൂഷനും ഒക്കെ ഇതിനെ പറ്റിയുണ്ട്. പക്ഷെ എന്നാൽ വളരെ ഭംഗിയായിട്ട് അത് ഞങ്ങൾക്ക് അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അച്ഛന്റെ തിരക്ക് പിടിച്ച ജീവിതമാണ്. അച്ഛൻ സെമിനാറിലെ അധ്യാപകനാണ്, ന്യൂ ടെസ്റ്റ്മെന്റ് അധ്യാപകനാണ്, ഒരു വളരെ പ്രസിദ്ധനായ എഴുത്തുകാരനാണ്. ഒത്തിരി ഹോംവർക്ക് ചെയ്ത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനാണ്. അച്ഛന്റെ സമയം കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണെങ്കിലും പ്രിയപ്പെട്ട മാത്യു കോയ് സാറ് അച്ഛനെ ക്ഷണിച്ചപ്പോൾ, പ്രിയപ്പെട്ട ഫിഷ്മൻ അച്ഛനെ ക്ഷണിച്ചപ്പോൾ അത് സാദരം കൈക്കൊണ്ട് ഞങ്ങളെ ഇത്രത്തോളം സമയം ഞങ്ങളെ പ്രചോദിപ്പിച്ച, ഞങ്ങളെ ശക്തീകരിച്ച, ഞങ്ങൾക്ക് അറിവ് പറഞ്ഞു തന്ന പ്രിയപ്പെട്ട റവറൻഡ് ഡോക്ടർ മോത്തി വർക്കി അച്ഛന് എക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ പാസ്റ്റൽ കൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെയും കൃതജ്ഞത ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇതിൽ സംബന്ധിക്കുന്ന 42ഓളം പേര് ഇതിലുണ്ടായിരുന്നു. അവിടെയൊക്കെ പേരിലുള്ള നന്ദി സ്നേഹവും അച്ഛനെ അറിയിക്കുന്നു. അച്ഛന്റെ ദൈവം നമ്പുരാൻ ഇനിയും ധാരാളമായി ഉയർത്തിക്കൊണ്ടിരിക്കട്ടെ. ഞങ്ങൾക്കൊക്കെ അഭിമാനമായി, കേരളത്തിന് അഭിമാനമായി, മാർത്തോമാ സഭയ്ക്ക് മാത്രമല്ല എല്ലാ സഭയ്ക്ക് അഭിമാനമായി അച്ഛൻ ദൈവം ഇനിയും ഉയർത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അച്ഛനും അച്ഛന്റെ കുടുംബത്തിനും അച്ഛൻ ശുശ്രൂഷയ്ക്കും അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത് പ്രിയപ്പെട്ട ഡോക്ടർ മാത്യു കോശി സാറും അതുപോലെ തന്നെ റവറൻഡ് ഡോക്ടർ ക്രിസ്ത്യൻ മന്നച്ചനും സംയുക്തമായിട്ടാണ്. രണ്ടുപേരും ഈ ഒരു പഠനം കുറെ ദിവസങ്ങളായി ഒരു പരമ്പരകളായിട്ട് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്ന പല റീജിയനിലും ഇത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ ജനപങ്കാളിത്തമാണ് ഈ പ്രോഗ്രാമിനുള്ളത്. പലരും ഇതിൽ വന്ന് പങ്കെടുത്ത് അവർ അത് പഠിക്കുകയും അവർ അറിവ് സ്വീകരിക്കുകയും അവർ തന്നെ പങ്കുവയ്ക്കുന്ന ഒരു വേദിയായിട്ട് വെബിനാർ മാറിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ വെബിനാർ നടത്താനുള്ള പ്രിയപ്പെട്ട ഡോക്ടർ മാത്യു കോയ് സാറിന്റെ കഴിവ് അപാരം തന്നെയാണ്. എനിക്ക് തന്നെ എണ്ണാൻ അറിയത്തില്ല. കാരണം CSI വെബ്സൈറ്റ് എടുത്താൽ അറിയാം, ഈ ഗ്രീൻ ഈ എക്കോളജിയുടെ വെബിനാർ കൊണ്ട് നിറഞ്ഞിരിക്കുക മൊത്തം. സാറിന് എങ്ങനെ സാധിക്കുന്നു ഞാൻ അതിശയിക്കാറുണ്ട്. സാറിന്റെ താല്പര്യവും സാറിന്റെ പാഷൻ ആൻഡ് സീൽ ഫോർ വെബിനാർ, സൂം മീറ്റിംഗ്. കോവിഡ് വന്നോട് കോവിഡിന് 19 വന്നാലും 20 വന്നാലും സാറ് പിന്മാറി പോകത്തില്ല. സാറ് വ്യക്തമായിട്ടും ശക്തമായിട്ടും ആളുകളുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുക. സാറിന്റെ ഒരു പ്രത്യേകതയാണ്. സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ആശീർവദിക്കട്ടെ. സാറിന്റെ ശക്തമായ നേതൃത്വമാണ് CSI സിനഡിന്റെ ഇക്കോളജി ഡിപ്പാർട്ട്മെന്റ് കിട്ടുന്നത്. സാറിന്റെ സ്റ്റാഫ് നോയൽ വളരെ ഭംഗിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡോക്ടർ പ്രിൻസിപ്പൻ അച്ഛനുമായി ചേർന്നിട്ടാണ് സാറ് ഈ ഒരു പ്ലാറ്റ്ഫോം അവിടുന്ന് അച്ഛൻ്റെ സാറിന് ജോയിന്റ് എഫർട്ടാണ്. പ്രിയപ്പെട്ട അച്ഛൻ ആളുകളൊക്കെ വിളിച്ച്, അച്ഛന്മാരെ വിളിച്ച് ഭംഗിയായിട്ട് ഇത് ക്രമീകരിച്ചു. പ്രിയപ്പെട്ട ഡോക്ടർ പ്രിൻസിപ്പൻ അച്ഛനെ നന്ദി സ്നേഹം അറിയിക്കുകയാണ്. അച്ഛൻ CSI സിനഡ് പാസ്റ്റൽ കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് വളരെ ശക്തമായിട്ടുള്ള നേതൃത്വം നൽകി വരുന്നു. നല്ലൊരു മിഷോളജിസ്റ്റ് ആണ്, നല്ല അധ്യാപകനാണ്. അച്ഛൻ്റെ പ്രവർത്തനം നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിനുള്ള ബാക്കപ്പ്, അതിനുള്ള സാങ്കേതിക സഹായം നൽകുന്നത്. കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടർ, മറ്റ് സ്റ്റാഫുകൾ, എബനേസർ, എബി, അവർക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് 42ഓളം പേര് ഇതിന്റെ തുടക്കത്തിലും അച്ഛന്റെ പ്രസംഗം അവസാനിക്കുന്ന വരെ ഉണ്ടായിരുന്നു. വളരെ ആരും പുറത്തു പോകാതെ വളരെ ഭംഗിയായത് ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഏകദേശം 30 പേരുണ്ട്. പങ്കെടുത്ത എല്ലാവർക്കുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു.
ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ടും സമാപന ആശീർവാദത്തിനായിട്ടും മധ്യകുളം ഹാർഡവകയുടെ റവറൻ ബിജോ കെ നയനാൻ അച്ഛനെ സാദരം ക്ഷണിക്കുന്നു. റവറൻ ബിജോ കെ നയനാൻ അച്ഛൻ. കാണുന്നില്ല പേര്, അച്ഛനില്ല. കാണുന്നില്ല. വേറെ ഇവിടെ ആരാ അവൈലബിൾ ആയിട്ടുള്ളത്? പ്രിൻസിനച്ഛൻ പ്രാർത്ഥിക്കട്ടെ. ഓക്കെ, റൗണ്ട് ഔട്ട് കൃഷ്ണ അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടെ നമുക്ക് ഈ മീറ്റിംഗ് സമാപിക്കും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ഒരു ബോധം ഞങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ രൂഢമൂലമാക്കുന്നതിന് ബഹുമാനമുള്ള മോത്തി വർക്കി അച്ഛനെ സഹായിച്ചതിനായി സ്തോത്രം. ദൈവം അദ്ദേഹത്തിന് നൽകിയ പാണ്ഡിത്യവും അതോടൊപ്പം തന്നെ ന്യൂ ടെസ്റ്റ്മെന്റ് തിയോളജിയിൽ നൽകിയിരിക്കുന്ന പ്രാവീണ്യവുമെല്ലാം ഓർത്തിണക്കിക്കൊണ്ട് അനുഗ്രഹീതമായ ഒരു ക്ലാസ് കൈകാര്യം ചെയ്യാൻ ദൈവം അദ്ദേഹത്തെ സഹായിച്ചതിന് അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തിലൂടെ ലഭ്യമായ ഈ ഒരു പുതിയ ജ്ഞാനം ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അത് പ്രയോജനകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സഹജീവികളോടും പ്രകൃതിയോടുമുള്ള സ്നേഹത്തെ നിലനിർത്തി ദൈവരാജ്യത്തിൽ ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഭയഭക്തിയോടുകൂടെ നിറവേറ്റുവാൻ ഞങ്ങൾ പ്രാപ്തിയുള്ളവരാക്കി തീർക്കണം. ഈ വെബിനാറിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ സമ്പൂർണമായി ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും അടിയങ്ങളോട് ഇന്നു മുതൽ എന്നേക്കും കൂടി ഇരിക്കുമാറാകട്ടെ. താങ്ക് യു അച്ഛൻ. മോത്തി വർക്കി അച്ഛൻ പ്രത്യേകം നന്ദി.